അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർ അന്യഭാഷയൊക്കെ തിരുത്തി എഴുതും, ക്രിസ്തീയ പാട്ടുകളൊക്കെ തിരുത്തി എഴുതും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ കഴിയാതെ സത്യവേദ പുസ്തകം തുറന്നു തന്ന സുവിശേഷത്തിന്റെ സത്യങ്ങളെ പൊരുൾ തിരിച്ച് പറഞ്ഞു തന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ വേദപുസ്തകത്തിന്റെ താളുകളെ വലിച്ചു കീറി തലയിലിട്ടിട്ട് പാരകന്റെ ചെരുപ്പ കാലിൽ കിടന്ന് അതുകൊണ്ട് ചവിട്ടിയിട്ട് അതേ തുപ്പി പരിക്കനുള്ള സിമന്റ് തറയിലേക്ക് അതിട്ട് ചവിട്ടി തേച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവന്റെ ശക്തി ഞാനൊന്ന് കാണട്ടെ. ഒരു കൊച്ചു കുഞ്ഞിന് പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ വേദപുസ്തകത്തിന്റെ താളുകളെ വലിച്ച് നിലത്തിട്ട് ചവിട്ടിയതാ, തുപ്പിയതാ. സ്തോത്രം. എന്നാൽ ഇന്ന് ഞാൻ ഭയത്തോടെ വിളിച്ചു പറയാം, മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്ത ദൈവത്തോട് ഏറ്റു പറയാം. എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത ആരോട് ഏറ്റു പറയും? വചനം തിരുത്തി എഴുതിയപ്പോഴും പാട്ട് തിരുത്തി എഴുതിയപ്പോഴും ഒന്നും പ്രശ്നമില്ല എന്ന്. പക്ഷേ വേദപുസ്തകത്തിന്റെ താളുകളെ വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടി തുപ്പിക്കഴിഞ്ഞപ്പോൾ സർവശക്തന്റെ കരം എന്റെ മേൽ ഭാരമായി വന്നു. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങിയതാ. സ്തോത്രം. അത് സാധാരണ പനിയിൽ ഒതുങ്ങി നിന്നില്ല. പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥത. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വായുവശത്തേക്ക് ഓടി, സംസാരിക്കുവാൻ കഴിയാതായി. ബെൽസ് പാൾസി എന്നൊക്കെ ലോകം പറഞ്ഞു, ലോകവൈദ്യന്മാർ പറഞ്ഞു. പക്ഷെ ബെൽസ് പാൾസി അല്ല, സർവശക്തന്റെ കരമായിരുന്നു. ഒറ്റ കാര്യം കൂടെ പറയാം, ഏത് കരം കൊണ്ട് ഞാൻ വചനം വലിച്ചു കീറിയോ അതേ കരം തളർന്നു. ഏത് കാല് കൊണ്ട് അതിനെ ചവിട്ടിക്കളഞ്ഞോ അതേ കാല് തളർന്നു. ഏത് നാവ് കൊണ്ട് അതിന് ആ വചനത്തെ തുപ്പിയോ അതേ നാവ് തളർന്നു. ലോകം ഉപേക്ഷിച്ച എന്റെ യേശു രക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ എങ്ങനെയാ സ്തുതിക്കാതിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് കുടല് മറിഞ്ഞു കിടന്നാ പറഞ്ഞു, ഒന്ന് സ്തുതിച്ചേ, ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ, മുഖത്തോട് മുഖം നോക്കി സ്തുതിച്ചേ. ദേവദാസന്മാരൊക്കെ നമ്മളെ കൊണ്ട് സ്തുതിപ്പിക്കാൻ നോക്കുക. ചാവക്കോട്ടെ കുരിശിരിക്കുന്ന പോലെ നമ്മൾ ഇരുന്നിട്ട് പോകും. സോദരം ഒക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യം ഓർമ്മ വരികയാ. ഈ മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും. 7 ദിവസം ആകുമ്പോൾ 7-5 നിങ്ങളൊന്ന് പ്രതികരിച്ചേ. 35. ഹൈന്ദവ സഹോദരങ്ങൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴും, വൈകിട്ട് ദീപാരാധന തൊഴാൻ പോകുന്നു. എല്ലാവരും പോകുന്നില്ല എങ്കിലും അവരങ്ങനെയാണ്. അപ്പോൾ ഒരാഴ്ചയാകുമ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം, ഒരാഴ്ചയാകുമ്പോൾ 14. മുസ്ലിം സഹോദരങ്ങൾ 35, ഹൈന്ദവ സഹോദരങ്ങൾ 14. നമ്മളോ? ഹലോ, ഞായറാഴ്ച തന്നെ ഇവരെയൊക്കെ പേടിച്ച അച്ഛൻ വിളിച്ചു ചോദിക്കുക, അല്ലെ പാസ്റ്റർ വിളിച്ചു ചോദിക്കുന്നൊക്കെ പേടിച്ച് നമ്മൾ പോകുന്നത്. സ്തോത്രം. ദൈവജനമേ, ഒരു ദിവസം കൂടെ നമ്മുടെ സ്വന്തം വീടിനോട് അടുക്കുവാൻ ദൈവം ഈ പകൽ നമുക്ക് ഭാഗ്യം തന്നു. ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കണമെന്നേ. സ്തോത്രം. യൗവന രക്തം ഊറ്റി തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തെ എങ്ങനെയാ? ഞങ്ങളൊക്കെ പുറത്ത് കിടന്നവരാ. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്നാ ദൈവവചനം പറഞ്ഞത്. യേശു ആരെന്ന് വീണ്ടെടുക്കപ്പെട്ടവന്റെ വീട്ടിൽ ജനിച്ചതല്ല കേട്ടോ. പക്ഷെ സർവശക്തന്റെ സ്നേഹം രുചിച്ചറിഞ്ഞപ്പോൾ ഏത് തെരുകോണുകളിലും ഏത് രാജ്യങ്ങളിലും ദൈവം അയക്കുന്ന സ്ഥാനത്ത് ലജ്ജിക്കാതെ വിളിച്ചു പറയും, ഇവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംസാരിക്കാൻ കഴിയാത്തതെന്ന് യേശു ഭഗവാൻ ജീവിക്കുന്നെന്ന് പറഞ്ഞ നാവ് തുറന്നത്. സ്തോത്രം. തെരുവിൽ നിന്നുകൊണ്ട് കോളാമ്പിയിൽ കൂടെ മൈക്കിൽ കൂടി സ്തോത്രം യേശു ക്രിസ്തു ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ ഉപദേശിമാര്, സ്തോത്രം, നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ പ്രവർത്തകർ ഞങ്ങളുടെ ദേശത്ത് വന്നു. മരണശൈലിയിൽ കിടക്കുമ്പോൾ ജാതകത്തിൽ ആ പ്രായം ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ അവരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. കിടക്കയ്ക്ക് ചുറ്റും നിന്ന് കൈകോർത്ത് പിടിച്ചു. ഇവര് വന്നപ്പോൾ സ്തോത്രം എങ്ങനെയെങ്കിലും ഇവരെന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് ചിന്തിച്ചാ ഞാൻ അവിടെ കിടക്കുന്നത്. അവര് വന്ന് സുവിശേഷം പറയാൻ തുടങ്ങി. ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തെ കുറിച്ച്. ലാസർ എന്ന് പറയുന്ന ആൾ ഇവരുടെ കൂടെ ഉള്ളതാണോ വേറെ വല്ലതും അറിയാൻ വയ്യാത്തവരുടെ നടുവിലാ പറയുന്നത്. ഒടുവിൽ സത്യസുവിശേഷത്തിൽ കാതലായ വിഷയങ്ങളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തോത്രം അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരം കോർത്ത് പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞ ദൈവം. അതുകൊണ്ട് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ഒന്നും തിരിയേണ്ട. കൂടി വരുന്നവരുടെ മധ്യത്തിൽ ആഗതനാകാമെന്ന് വാക്ക് പറഞ്ഞ വലിയ ദൈവം നമ്മുടെ മധ്യത്തിലൂടെ കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ജീവൻ തന്ന ദൈവത്തെ, ആയുസ്സ് തന്ന ദൈവത്തെ, ആരോഗ്യം തന്ന ദൈവത്തെ. ഹല്ലേലൂയ. 2 വർഷമായി ഈ മാരക വ്യാധി ഈ ലോകത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ഈ കുഞ്ഞി വൈറസ്. ദൈവമക്കളെ, ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാം, 10 രൂപയുടെ മാസ്ക് വെച്ചുകൊണ്ടോ 15 രൂപയുടെ സോപ്പിട്ട് കഴുകിയത് കൊണ്ടോ 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചത് കൊണ്ടോ ഒന്നും അല്ല ഇതിനകത്തിരിക്കുന്നത്.
ഒരു ദിവസം കൂടെ ആയുസ് തന്നത് തമ്പുരാന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. സ്തോത്രം. കോവിഡ്-19 ഡെൽറ്റയായി, ഷിഗല്ലയായി, ഇപ്പൊ ഒമിക്രോണായി. 53 തരംഗമുണ്ടെന്നാ പറയുന്നത്. ചില വർഷങ്ങളൂടെ ഉണ്ടെന്നാ പറയുന്നത്. ശ്രദ്ധിച്ചേ, ഒരു വർഷം തികയുന്നതിന് മുമ്പ് കോവിഡിന് ജനിതക മാറ്റം ഉണ്ടായി. നമ്മളിൽ പലർക്കും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സ്തോത്രം, സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും മടങ്ങി വരവിന് വേണ്ടി തമ്പുരാൻ ചിലത് ചെയ്തിരിക്കുക. നമ്മളിവിടെ കിടന്ന് അലറി വിളിച്ചാലൊന്നും മാറത്തില്ല. തമ്പുരാൻ ഏത് ഉദ്ദേശത്തിനായിട്ട് തയ്ച്ചോ, സ്തോത്രം, അത് നിവർത്തീകരിക്കാതെ ഇന്ന് മടങ്ങിപ്പോകത്തില്ല. നമ്മുടെ വിഷയം അതല്ല. ഒറ്റ ദിവസമേ ഈ ഭൂമി ജീവിച്ചുള്ളൂ. തമ്പുരാന് വേണ്ടി ജീവിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ആയസ് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് ചെലവഴിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം ശക്തി തന്നിട്ടുണ്ട്. നമ്മുടെ നാവിന്മേൽ ഒരു അധികാരമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? പ്രാർത്ഥിക്കുന്നവന്റെ നാവിന്മേൽ അധികാരമുണ്ടെന്ന്. ആമേൻ. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ പറഞ്ഞേ ഞാൻ മതിൽ ചാടിക്കടക്കും. പഴയ നിയമത്തിൽ പ്രശ്നങ്ങളെ ദാവീദ് ചാടിക്കടക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമ ഭക്തനോട് പുസ്തകം പറയുന്നു, നീ ചാടണ്ട, ഈ മലയോട് ചാടി കടലിൽ പോകാം, നീ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. വചനം അറിയാവുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാവിന്മേലൊരു അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന് ഭയങ്കര ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വലിയ അധികാരമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ സർവശക്തൻ കാണുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വലിയ സ്നേഹത്താൽ അന്ന് പകലത്തെ പ്രാർത്ഥനയാൽ സ്വർഗത്തിലെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ആ 1.5 മണിക്കൂറത്തെ അവർ പ്രാർത്ഥിച്ച് അവരെന്തോ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, വചനമൊന്നും അറിയില്ല. പക്ഷെ കരം കോർത്ത് പിടിച്ച് കണ്ണുനീരോടെ പറഞ്ഞു, കർത്താവേ, സുന്ദരമെന്ന ദേവാലയം കോർത്ത് വിക്ഷയാച്ചെന്ന് മുടന്നിന് സൗഖ്യം കൊടുത്ത നാഥ, നന്മയ്ക്കായ ഒരടയാളം ഈ തലമുറയുടെ ജീവിതത്തിൽ ചെയ്യണമേ എന്ന് പറഞ്ഞ് ഐക്യതയോട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് കരണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അദൃശ്യമാകുന്ന ശക്തി എൻ്റെ ഉച്ചി മുതൽ ആദം വരെ വ്യാപരിച്ചു. ഞാൻ 3 പ്രാവശ്യം വോമിറ്റ് ചെയ്തു. 3ാമത്തെ പ്രാവശ്യം എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവാന്ന് എന്നും പറഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാശിയിലെ തീർത്ഥം ഗ്ലാസ് രംഗത്ത് വെച്ച് തുളസിത്തണ്ടേ മുക്കി എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് തരാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇല്ലമ്മ, യേശുവിടെ ബന്ധനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുക, യേശു ക്രിസ്തുവിടെ ബന്ധനങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുക. അന്ന് പകലത്തെ ആരാധനയുടെ നടുവിൽ, അന്ന് പകലത്തെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ദൈവം എന്ന ബന്ധനത്തെ അടിച്ചു മാറ്റി ദൈവം എന്നെ സൗഖ്യമാക്കി. ഞാനെങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്? സ്തോത്രം. അതുകൊണ്ട് പരപ്രേരണയാലല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. ഇതിന് അകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, എല്ലാ ദൈവമക്കളോടും ഞാൻ പറയാം, കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കുകയും നമുക്കെല്ലാം ഒറ്റ വാക്കേ പറയാനുള്ളൂ, എബനേസർ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇനി എന്തായി തീരുമെന്ന് ലോകം ചോദിക്കുമ്പോൾ ഒറ്റ കാര്യം, യഹോവ ഈരെ കരുതിക്കൊള്ളും. ലോകം നമ്മുടെ മുമ്പിൽ ഒരു വര വരച്ചിട്ടുണ്ട്. നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും ഒക്കെ ഒരു വര വരച്ചിട്ടുണ്ട്. അർത്ഥം ഇതേ ഉള്ളൂ, ഇതിനപ്പുറം നിങ്ങൾ പോവുകയല്ല, ഇതിനപ്പുറം നിങ്ങളുടെ മക്കളും പോവുകയല്ല. ലോകം ഇത് വരയ്ക്കാനൊരു കാരണം, അവർക്ക് നമ്മുടെ നാട്ടുകാർ വരയ്ക്കാൻ കാരണം അപ്പനെ, നമ്മുടെ അപ്പനെ അറിയാം, വല്യപ്പനെ അറിയാം, വല്യപ്പൻ്റെ വല്യപ്പനെയൊക്കെ അവർക്കറിയാം. സ്തോത്രം. അവരാരും ഇതിനപ്പുറം പോയിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, ലോകം വരച്ച വരയെ ദൈവം വായിച്ചിട്ട് പുതിയതൊന്ന് ദൈവം ചെയ്യും. ആമേൻ പറയുന്നോ? ആമേൻ പറയാമോ? പുതിയത് ചെയ്യാൻ നമ്മുടെ കർത്താവിന് പഴയതിൻ്റെ ആവശ്യമില്ല. വീഞ്ഞുണ്ടാക്കാൻ യേശുവിന് മുന്തിരി വേണ്ട, പച്ചവെള്ളം മതി. പക്ഷെ വിശ്വാസത്തോടെ കോരുവാനും ധൈര്യത്തോടെ കൽപ്പന അനുസരിച്ച് കൊണ്ടു കൊടുക്കാനും തയ്യാറാകണം. അതുകൊണ്ടാ മറിയ പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തോ. യേശു പറഞ്ഞതുപോലെ തന്നെ ചെയ്ത അവിടെ വിടുതൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചു, തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത് കൊണ്ട് ഇപ്പൊ ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത്. എന്താ യേശുവിന്റെ മുമ്പിലുള്ള സന്തോഷം? അത് ഇരിക്കുന്ന സഭയാ. എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം മണവാട്ടിയാ. ഈ സന്തോഷം ഓർത്ത് അപമാനത്തെ അവൻ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എങ്ങനാ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്? എങ്ങനാ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത്? എങ്ങനാ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, പെട്ടകം കാണുമ്പോൾ എനിക്ക് നൃത്തം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം പഠിച്ചാൽ ശമൂവേൽ തൈലക്കൊമ്പിനകത്തെ അഭിഷേകമായി ദാവീദിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മിടുക്കന്മാരായ 7 ചേട്ടന്മാരെ, 7 മക്കളെ ഇശായി മുമ്പിലേക്ക് നിർത്തിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വേണ്ട, രാജാവായിട്ട് അഭിഷേകം ചെയ്യാം, നല്ല ശക്തിയും വലിപ്പവും പൊക്കവും ഒക്കെ ഉള്ളവർ, വേണ്ട കളറും ഒക്കെ ഉള്ളവർ. ശമൂവേൽ ഓരോരുത്തർ ഇങ്ങോട്ട് വരുമ്പോൾ ശമൂവേലിനോട് ദൈവം പറയും, ഇവനെ ഞാൻ കണ്ടിട്ടില്ല, ഇവനെ ഞാൻ കണ്ടിട്ടില്ല, ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഒടുവിൽ 7 പേരും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇശായി മാറി നിൽക്കുക.
ശമൂവേൽ ഒരു ചോദ്യം ചോദിച്ചു, ഇനിയും നിന്റെ മക്കളിൽ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞാ ഒരുത്തനുണ്ട്. ആ പറച്ചിൽ കേൾക്കുമ്പോഴേ വലിയ ഗുണമൊന്നുമില്ലെന്ന്. കാട്ടിൽ കിടക്കുക, ആടുകളെ മേയ്ക്കാൻ. അപ്പനും അമ്മയ്ക്കും പോലും വേണ്ടായിരുന്നു പ്രിയരെ. ആർക്കും വേണ്ടാത്തതിന് യേശുവിന് വേണം. വിശ്വസിക്കുന്നു? ആർക്കും വേണ്ടാത്തതിന് യേശുവിന് വേണം. എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് തേങ്ങുന്ന ഓരോ ഹൃദയത്തോടും പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. മിടുക്കന്മാരെ മാറ്റി നിർത്തിയിട്ട് നിന്റെ മേൽ തെരഞ്ഞെടുപ്പിന്റെ ശക്തി ദൈവം തന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്നെക്കുറിച്ച് സ്വർഗീയ ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ട് കേട്ടോ. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ടെന്ന്. നിന്റെ നിന്ദകളെ ഉരുട്ടി മാറ്റുന്ന ദൈവം, നിന്റെ കഷ്ടതകളെ അറിയുന്ന ദൈവം, നിന്റെ അതിവേദന അറിയുന്ന ദൈവം ഇന്ന് രാത്രി പന്തലിനകത്ത് വന്നിട്ടുണ്ട്. അവൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കി വിധി എഴുതുമ്പോൾ ഹൃദയങ്ങളെ അന്തരാത്മാവിനെ ശോധന ചെയ്യുന്ന സർവശക്തിയുള്ള വിളിച്ചു പറയുന്നു, കുഞ്ഞെ നിന്റെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ട്. ജീസസ്, ഹല്ലേലൂയ. നിയോഗമുള്ളവൻ കാട്ടിക്കിടന്നാലും അഭിഷേകം തേടി അവിടെ ചെല്ലും. വീട്ടിൽ വന്നു, തൈലക്കൊമ്പിനകത്തെ അഭിഷേകം അവന്റെ ശിരസിന്മേൽ ഒഴിച്ചു. പിന്നെയും സിംഹാസനത്തിലല്ല, കാട്ടിലേക്ക് തന്നെ പോയി. ദൈവമാക്കുന്നിടം വരെ മാറി. സ്തോത്രം. പക്ഷെ ഒരു കാര്യം അവനൊരു ഉറപ്പ്, എൻ്റെ മേലൊരു അഭിഷേകത്തിന്റെ തൈലം വീണു. തെരഞ്ഞെടുപ്പിന്റെ വില മനസ്സിലാക്കുന്ന ഓരോ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ശിരസിന്മേൽ അഭിഷേകം വീണു കഴിഞ്ഞപ്പോൾ അവൻ ആളുമാറിയവനെ പോലെ ആയി. അതെങ്ങനെ മനസ്സിലാക്കി? ഏലാ താഴ്വരയിൽ 40 ദിവസം ഒരു രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചു കൊണ്ടുവന്ന മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ, രാജാവും പരിവാരങ്ങളും വിറച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ബാലനായ ദാവീദ് അതേ അവിടെ ചെന്ന് കൊട്ടാരത്തിൽ ചെന്നു. ചേട്ടന്മാരൊക്കെ ചോദിച്ചു, നിനക്കിവിടെ എന്നാ കാര്യം? അവൻ പറഞ്ഞു, ഞാൻ ഈ മല്ലനോട് എതിർത്ത് നിൽക്കാൻ വന്നതാ. രാജാവിന്റെ ചെവിയിൽ അതെത്തി. ശൗൽ അറിയാം ഈ കുഞ്ഞു പോയാൽ എന്നാ ചെയ്യാനാ. പടച്ചട്ടയും കിരീടവും ഒക്കെ അങ്ങോട്ട്, വാളും ഒക്കെ അങ്ങോട്ട് കൊടുത്തു, പരിചയം കൊടുത്തു. 2 സ്റ്റെപ്പ് വെച്ചപ്പോൾ പറഞ്ഞു, ഞാനിത് ശീലിച്ചിട്ടില്ല, എടുത്ത് ദൂരെ കളഞ്ഞു. സ്തോത്രം. ലോകത്തിന്റെ ഒന്നും കൊണ്ടല്ല ദൈവം നമുക്ക് ജയം തരുന്നത്. സ്തോത്രം. ദൈവം തെരഞ്ഞെടുത്തവന് ദൈവം ജയം തരുന്നത് ലോകത്തിലെ ഒന്നും കൊണ്ടല്ലെന്ന്. സ്തോത്രം. മാറ്റിക്കളഞ്ഞു. തോട്ടിലേക്ക് ഇറങ്ങി മിനുസമുള്ള 5 കല്ല് പിറക്കിയെടുത്ത് ഇടയെ സഞ്ചരിക്കാത്തോട്ടിട്ട് പൊക്കണത്തിലിട്ടു, കബഡിയെടുത്തു. സ്തോത്രം. ഏലാ താഴ്വരയിൽ 40 ദിവസം വെല്ലുവിളിച്ച് മല്ലനായ ഗോലിയാത്തിന്റെ നേരെ സൈന്യങ്ങളുടെ രക്ഷകനായ യഹോവയുടെ നാമം ചൊല്ലി ഓടിയെന്നു. ദൈവത്തിന്റെ നാമം എവിടെയൊക്കെ വിളിച്ചു പറയുന്നു അവിടെയൊക്കെ ബന്ധനങ്ങൾ അഴിയപ്പെടും. ദൈവത്തിന്റെ നാമം എവിടെയൊക്കെ പ്രസിദ്ധമാകുന്നു അവിടെ വെല്ലുവിളിച്ചു നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിന്റെ ശക്തികൾ തകരുവാനിടയായി തീരുന്നു. നിന്റെ കൂടാരത്ത്, നിന്റെ ദേശത്തെ അടക്കി ഭരിക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ, വെല്ലുവിളികളുടെ മേൽ അഭിഷേകമുള്ള നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഇതിനോട് എതിർത്ത് നിൽക്കാൻ ആരുടെ നാമത്തിൽ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ നാമത്തിൽ. എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ അക്കരയ്ക്ക് പോകാൻ പറ്റില്ല. സ്തോത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. ഞങ്ങൾക്കൊക്കെ പിന്നെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഓർത്തഡോക്സ് അച്ഛന്മാരുടെ വൈഫുമാരാ സ്തോത്രം YWC മീറ്റിങ്ങിന് വിളിച്ചു, ഞാൻ പോകാറുണ്ട്. സ്തോത്രം. CSI മീറ്റിങ്ങിന് പോകാറുണ്ട്, പെന്തക്കോസ്ത് മീറ്റിങ്ങിന് പോകാറുണ്ട്. എവിടെ ആര് വിളിച്ചാലും എൻ്റെ യേശുവിനെ ഞാൻ ഉയർത്തും. സ്തോത്രം. കാരണം ഒറ്റ കാര്യമുള്ള, അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യനായിട്ട് ആരുമില്ല. പ്രൈസ് ഗോഡ്. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിൽ അവൻ അങ്ങോട്ട് ചെന്നു. മല്ലനായ ഗോലിയാത്തിന് ചിരി വരികയാ. എൻ്റെ വടിയും കമ്പും ഒക്കെ ആയിട്ട് എൻ്റെ നേരെ കയറി വരുന്നത് കണ്ടോ, നായയുടെ നേരെ വരുന്ന പോലെ. സ്തോത്രം. നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. സ്തോത്രം. ഒരൊറ്റയേറെ മല്ലനായ ഗോലിയാത്ത് മിടുക്കന്മാരെല്ലാം നോക്കി നിൽക്കെ സർവശക്തന്റെ നീതി സ്തോത്രം ദാവീദിലൂടെ വെളിപ്പെട്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേയും സ്തോത്രം. നീ ആള് വലുപ്പമൊന്നുമില്ലെങ്കിലും, ലോകം നോക്കുമ്പോൾ വലിയ പടച്ചട്ടയൊന്നും നിനക്കില്ലെങ്കിലും, നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ആരാധനയുടെ മഹത്വം നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ അത് നിന്റെ ദേശത്ത് വെളിപ്പെടുവാനിടയായി തീരും. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി വല്ല കാര്യമുണ്ടോ? ഒന്ന് പറഞ്ഞേ. എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്നു, മക്കൾ പറ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം സ്തോത്രം 9 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ വായിച്ച സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. സ്തോത്രം. കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന സഖരിയ പുരോഹിതൻ ശുശ്രൂഷയ്ക്കായിട്ട് ആലയത്തിനകത്തേക്ക് ചെന്നു. നമുക്കറിയാം അവിടെ സഖരിയ പുരോഹിതനല്ലാതെ മറ്റാർക്കും അതിനുള്ളിൽ കടക്കാൻ സാധ്യമല്ല. ജനമെല്ലാം പ്രാകാരത്തിൽ നിൽക്കുക. സ്തോത്രം. പുരോഹിതൻ അകത്ത് കടന്നു.
ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ പുരോഹിതന്റെ നടുവിൽ ഇറങ്ങി വന്നു. സ്തോത്രം. നമ്മളായിരുന്നെങ്കിലോ? സ്തോത്രം. ആർക്കും അതിനകത്തോട്ട് വരാൻ പറ്റില്ല. ജനമെല്ലാം വെളിയിൽ നിൽക്കുക, ഒറ്റ മനുഷ്യ ജീവിക്കാൻ അത് കയറാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് നമ്മളെന്തോ ചെയ്യും? നിങ്ങളോടൊന്നും മിണ്ടെന്ന് ഞാൻ തന്നെ വാദിയും പ്രതിയാകുക. സ്തോത്രം. ചേസലോ ദൈവമക്കളെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. സ്തോത്രം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാം കൂടി ഇങ്ങനെ സ്വർഗത്തിൽ നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്. സ്തോത്രം. ശ്രദ്ധിച്ചേ, പുരോഹിതനകത്ത് നിൽക്കുക, ദൂതൻ അവിടെ ഇറങ്ങി വന്നു. സെഖരിയാവേ, പുരോഹിതനെ വിളിക്കുക, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവനെ ഞാൻ വലിയവനാക്കും. സ്തോത്രം. കർത്താവിന് വഴിയൊരുക്കുവാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, വാഗ്ദത്തങ്ങൾ പുരോഹിതനായി സെഖരിയാവിനോട് ദൂതൻ പറഞ്ഞപ്പോൾ സെഖരിയാവ് ദൂതന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിക്കും, ഞാനിത് എന്തോന്നിനാൽ അറിയുമെന്ന്. ഹലോ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി അടുത്ത് വന്ന് പറഞ്ഞാലും ചിലരെന്ത് ചെയ്യത്തില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേലും, നിങ്ങൾ മിണ്ടിയില്ലേലും ഞാൻ മിണ്ടും. ഞാൻ ഈ തെരുവിൽ പ്രസംഗിക്കുന്ന ഒരാളാണ്. അവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളൊക്കെ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ഗ്ലോറി പറയാനും സ്തോത്രം പറയാനും ചിരിക്കാനും ഒന്നും ആരുമില്ല. ഉടുത്ത മുണ്ടൊക്കെ ഉയർത്തി ഉടുത്ത് മീശയിലൊക്കെ തടവി ചേട്ടായിമാരൊക്കെ മാറി നിൽക്കും. അവരുടെ നടുവിലാണ് യേശുവിനെ ഉയർത്തുന്നത്. സകല സൃഷ്ടികളോട് സുവിശേഷം പറയണമെന്ന് ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. 4 ചുവരിനകത്ത് ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം. 4 ചുവരിനകത്ത് ഒതുങ്ങുന്നതല്ല ക്രിസ്തീയ ജീവിതം. നിന്നെ വിടുവിച്ച ദൈവത്തെ നീ സാക്ഷീകരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരും. ശക്തി വരുമ്പോൾ യഹൂദയിലും യെരുശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി മാറണം. ഞായറാഴ്ച മാത്രം പള്ളിയിൽ വന്ന് തലയും കുനിച്ച് മസലും പിടിച്ചു നിൽക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. നിനക്ക് തന്നിരിക്കുന്ന ഒരൊറ്റ ദിവസമേ ഉള്ളെങ്കിൽ നീ വചന വ്യവസ്ഥ പ്രകാരം ജീവിച്ച് നിത്യതയ്ക്ക് ഓഹരിക്കാരനായി മാറണം. ഇന്നിവിടെ നിന്ന് ആരാധിക്കുന്ന നമ്മളിൽ നാളെ ഈ സ്റ്റേജിൽ, നാളെ ഈ പന്തലിനകത്ത് എത്ര പേരുണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരൊറ്റ ദിവസമേ ജീവിച്ചുള്ളെങ്കിലും അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്ന് പൊന്നുതമ്പുരാന്റെ നാമം മഹത്വപ്പെടുത്തണം. സെഖരിയാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ. അദ്ദേഹം പുരോഹിതനല്ലേ, ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്നാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം, 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 സ്തോത്രം. ദൂതൻ വന്നിട്ട്, പഴയ നിയമത്തിലൊരു ബിലയാമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വായിച്ചപ്പോൾ കഴുത സംസാരിച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്കറിയാം, വചനത്തിൽ തിറവുള്ളവരാ. പ്രത്യേകിച്ച് ഈ സഭയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവരെല്ലാം ഇവിടെ എപ്പോഴും മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നതാണല്ലോ. സ്തോത്രം. അതിനുവേണ്ടി പ്രിയ പിതാവ് ഒത്തിരി ഉത്സാഹമുള്ള വ്യക്തിയാണ്, എനിക്കറിയാം. ശ്രദ്ധിക്കണം. സ്തോത്രം. ബിലയാമിന്റെ കഴുത എന്ത് ചെയ്തു? കഴുത സംസാരിച്ചു. എന്നിട്ട് പോലും പ്രവാചകന് കഴുത മനുഷ്യഭാഷയിൽ സംസാരിച്ചെന്ന്. നിങ്ങളൊന്ന് ഭാവനയെ കണ്ടേ. അപ്പോട്ടെ, കഴുതയായിട്ട് നമുക്കറിയത്തില്ല. പശു ആടിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. വളർത്തുന്ന ആൻറ്റിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. രാവിലെ എരുത്തിലിനകത്തോട്ട് പാത്രമായിട്ട് പശുവിനെ കറക്കാൻ ചെല്ലുമ്പോൾ, അമ്മമ്മ ഇന്ന് എന്താ ഇത്ര ലേറ്റ് ആയെന്ന് പശു ചോദിച്ചാ, പാത്രം ഇട്ടോ ഒറ്റ എവിടോട്ടോ ഓടുന്നതെന്ന് അറിയില്ല. ഇത് ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സംസാരിച്ചിട്ട് ഞാനിതെന്തോന്നിനാൽ അറിയും? ദൂതന്റെ മുഖത്തോട്ട് നോക്കി ചോദിക്കുക. കാരണം പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് എന്നവള് എങ്ങനാ സംഭവിക്കുന്നേ? ദൂതനൊന്ന് മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി പുരോഹിതനെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാ. തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കാത്തത് കൊണ്ട് ഇത് സംഭവിക്കും. പക്ഷെ നിന്റെ വായടഞ്ഞു പോകും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ പറയണ സ്വർഗത്തിലെ ഭാഷയാ. ഇവിടെ കിടന്ന് ചലപല ചലയ്ക്കുന്ന നമ്മൾ അവിടെ ചെന്നാൽ ആകെപ്പാടെ ഈ ഒരൊറ്റ ഭാഷയേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ വെച്ചാൽ നമ്മൾ ശീലിച്ചാലേ അവിടെ ചെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, ഇത് സംഭവിക്കും. പക്ഷെ നിന്റെ വായടഞ്ഞു പോകും.
ആ സെക്കൻഡിൽ സെഖര്യാവിന്റെ വായ അടഞ്ഞു. ദൈവവചനം അങ്ങനെ നിവർത്തീകരിക്കപ്പെടും. വിശ്വസിക്കാത്തവർ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കത്തേ ഉള്ളൂ. ശ്രദ്ധിക്കണം, 6 മാസമായപ്പോൾ വായുവടഞ്ഞ് 4 ചുവരിനകത്ത് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ, ഇതേ നിങ്ങൾ ആ 1-ാം അധ്യായം വായിച്ചാൽ മതി. ഇതേ ഗബ്രിയേൽ ദൂതൻ ഈ സംഭവം നടന്ന 6 മാസമായപ്പോൾ നേരെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിലേക്ക് ചെന്നു. അവിടെ പാവപ്പെട്ട ഒരു സഹോദരി, പേര് മറിയ, മറിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചെന്ന് സ്വർഗത്തിൽ. നന്മ നിറഞ്ഞവളെ എന്നൊന്നുമില്ല, അത് നമ്മൾ പറയുന്നതാ. കൃപ ലഭിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇതെന്തോന്ന് വന്ദനമാ? ഇതെന്തോന്ന് വന്ദനമാ? നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. കർത്താവിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. സഹോദരി ഒരു ചോദ്യം ചോദിച്ചു, മറിയ ഒരു ചോദ്യം ചോദിച്ചു, യേശുവിന്റെ അമ്മ ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാ, ഞാൻ പുരുഷനെ അറിയായികയാൽ, ന്യായമായ ക്വസ്റ്റ്യൻ. ഭാര്യ കൂട്ടത്തിലുള്ള പുരോഹിതൻ അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. പുരുഷനെ അറിയാത്തൊരു കൊച്ചു. പക്ഷെ ഒരു കാര്യം മറിയോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിനൊരു കാര്യവും ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് എനിക്ക് അറിയിക്കാനുള്ള ഒരു ദൂത്, എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഇത് ദൂതൻ പറയുമ്പോൾ എന്താ സംഭവിച്ചത്? ഇതോ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ദൂതന്റെ മുമ്പാകെ മറിയെ ഏൽപ്പിച്ചു കൊടുത്തു. തൽക്ഷണത്തിൽ ക്രിസ്തു അകത്തുരുവായി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തെ അനുഭവിക്കുന്നവരോട് ദൂത് പറയാം. അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ നീ വായും പൂട്ടി മാറിയിരിക്കത്തേ ഉള്ളൂ. പക്ഷേ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നവന്റെ ഉള്ളിൽ ക്രിസ്തു സെക്കൻഡിൽ ഉരുവാകും. ക്രിസ്തു ജനിച്ചു, ക്രിസ്തു ഉരുവായി. 6 മാസം കൊണ്ട് വായും പൂട്ടി 4 ചുവരിനകത്ത് ഒരാൾ ഇരിക്കുക. പക്ഷെ ക്രിസ്തു അകത്തുരുവായാൽ അടങ്ങിയിരിക്കാൻ പറ്റുമോ? പറയുന്ന ക്രിസ്തു അകത്ത് ജനിച്ചു കഴിഞ്ഞാൽ, എന്നെ വേദവചനം പഠിച്ച ഒരു അധ്യാപകൻ എപ്പോഴും പറയും, അകം തിളച്ചു മറിയുന്നവൻ അതരം പൂട്ടിയിരിക്കാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം, സ്തോത്രം. നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, ദൈവത്തെ സ്തുതിച്ചു പോകും. ചിലർക്കാണ് ബസ്സിൽ പോകുമ്പോൾ ബസ് ബ്രേക്ക് പിടിക്കണം, അറിയാതെ ദൈവമേ എന്ന് വിളിക്കണേ. സ്തോത്രം. തൽക്ഷണം ക്രിസ്തു അകത്തുരുവായി. പിന്നെ എങ്ങനെ അടങ്ങിയിരിക്കുന്നേ? പിന്നെ എങ്ങനെ മൗനമായിരിക്കുന്നേ? ഒരാൾ 6 മാസം കൊണ്ട് 4 ചുവരകത്ത് മിണ്ടാതിരിക്കുമ്പോൾ ഇവളൊരു ഒറ്റ ഓട്ടമാ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട്. യേശു ക്രിസ്തു അകത്തുരുവായിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി ഒരുവന് വ്യാപരിച്ചു കഴിഞ്ഞാൽ അവന് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല, അവർക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല, അവർക്ക് ദൈവമേറെ വിശ്വസ്തയോടെ ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവൾ ഓടി മലനാട്ടിലേക്ക്, ചാർച്ചക്കാരിയ എലിസബത്തിന്റെ അടുക്കലേക്ക് ഓടി. സ്തോത്രം. ഓടി എലിസബത്തിനെ വന്ദനം ചെല്ലുമ്പോൾ അവിടെ ഉള്ളിൽ പിള്ള തുള്ളുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു അകത്ത ഉരുവായ വ്യക്തി ഒരുവളൊരു സുവിശേഷം പറയുമ്പോൾ, ഒരുവനോട് സുവിശേഷം പറയുമ്പോൾ, അവരൊരു സ്തോത്രം പറയുമ്പോൾ, അവരൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ചലനാത്മകമായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പറയാം, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നിന്റെ അകത്ത് തിളച്ചു മറിയുന്നെങ്കിൽ ശുശ്രൂഷയിൽ അത് വെളിപ്പെടും. അത് ജനത്തിന് വിടുതലായി തീരും, ആത്മാക്കൾക്ക് വിടുതലായി തീരും, ദേശത്തിന് ഉദ്ധാരണത്തിന് കാരണമായി തീരും. ജീസസ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി വല്ലതും ഉണ്ടോ? അതുകൂടെ ഇടയ്ക്ക് പറയാം, ഉണ്ടോ? സ്തോത്രം. നമ്മുടെ യേശുവിനോടുള്ളത് വെറും ഒരു സ്നേഹമായി മാറരുത് കേട്ടോ, അതൊരു പ്രേമമായി മാറണം. ഹലോ, അത് നമ്മുടെ പിള്ളേരോട് ചോദിച്ചാൽ അതറിയാം. സ്തോത്രം. വെറും ഒരു സ്നേഹമാകരുത്, പിന്നെന്താകണം? പ്രേമമായി മാറണം. അതിന് അപ്പൻ തടസ്സമല്ല, അമ്മ തടസ്സമല്ല, വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ഒന്നും തടസ്സമല്ല. അതുകൊണ്ട് ആ പാട്ടുകാരനൊടിക്കാൻ പാടി, പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, ഞാൻ പാടിയേനെ പക്ഷെ ഇവരെന്നെ കളിയാക്കും. സ്തോത്രം. വലിയ പാട്ടുകാർ ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം. പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ, പ്രിയനോട് ചേരുവാൻ. യേശുവിനോടുള്ളതൊരു പ്രേമമായി മാറട്ടെ പ്രിയരെ. അവൻ നിന്റെ പ്രാണന് വേണ്ടി എന്താ ചെയ്തത്? സ്തോത്രം. ദൈവത്തിന് അസാധ്യമായി വല്ല കാര്യമുണ്ടോ?
ഉണ്ടോ? ഒരിക്കൽ പഴയ നിയമത്തിൽ മോശെ പറഞ്ഞു, ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 വടി എടുക്കണം. 12 വടി കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കെട്ടിനകത്താണ്. നിങ്ങൾ നോക്കിയ 12 ഉണങ്ങിയ വടി. എന്താണ്? ഉണങ്ങിയ 12 വടി ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 എടുത്ത് ഒരു കെട്ടിനകത്താക്കി യഹോവയുടെ സന്നിധി കൊണ്ടുവച്ചു. എന്നിട്ട് പറയാ, ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു വടി തളിർക്കുമെന്ന്. തളിർക്കുക മാത്രമല്ല, വചനം അറിയാൻ ആൻറ്റി പറ, പൂക്കും ബദാംഫലം കായ്ക്കുമെന്ന്. ബൈബിൾ വായിക്കണം കേട്ടോ. നമ്മളെല്ലാവരും ബൈബിൾ ഒരു ദിവസം, ഒറ്റ ദിവസം പോലും വചനം ധ്യാനിക്കാതെ കിടക്കല്ലെന്ന്. അങ്ങനെ ഒരു സമർപ്പണത്തോടെ ഇവിടുന്ന് വിട്ട് പോകാവൂ. ലോകത്തിൽ കിടക്കുന്ന സകല മാസികകളും വായിക്കും. ഇതിനകത്തുനിന്ന് തോണ്ടൽ മാറ്റാൻ നമുക്കൊരു സമയവുമില്ല മൊബൈലിനകത്തുനിന്ന്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവജനമേ, വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കുന്ന എന്നാ? ദൈവവചനം. പുറത്തെ മനുഷ്യനെ മോടി പിടിപ്പിക്കാൻ നമ്മളെല്ലാം എടുക്കരാ. അമ്മാമ്മ കഴിഞ്ഞ ആഴ്ച കണ്ടതിനെക്കാട്ടി നല്ലതായിട്ട് കറുത്തു പോയല്ലോ, അന്ന് ക്രീം മേടിച്ച് തേക്കും. അങ്ങ് ക്ഷീണിച്ചുണങ്ങി അങ്ങ് വല്ലാണ്ടായല്ലോ, ഉടനെ നാഗാർജുനെ പോയി എന്തെങ്കിലും മരുന്ന് മേടിച്ച് പുഷ്ടിപ്പെടുക. പുറമേ ഉള്ളവനെ പുഷ്ടിപ്പെടുക. അകത്തെ മനുഷ്യനെ കണ്ടാൽ ചിലരുടെ സോമാലിയയിലെ പട്ടിണിക്കോലവ. കാരണം വചനവും കിട്ടുന്നില്ല, ആത്മാവിൻ്റെ ചൈതന്യവും ഇല്ല. എങ്ങനെയെങ്കിലും വലിഞ്ഞ് സ്വർഗത്തിൽ കയറണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ലോ. പണ്ട് ആറ്റിയിടിയിലെ അവറാച്ചൻ സ്വപ്നത്തിൽ സ്വർഗത്തിൽ പോയി. സ്വപ്നത്തിൽ അദ്ദേഹം സ്വർഗത്തിൽ പോയി. സ്വർഗ കവാടത്തിൽ ചെന്നപ്പോൾ ഒരു ദൂതൻ നിൽക്കുന്നു. ഞാൻ ഒരു കാര്യം പറയും, ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്താലും സ്വർഗത്തിലോട്ടുള്ള പ്രമോഷൻ ഒന്നും നമുക്ക് കിട്ടുകയില്ല. തമ്പുരാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് മാത്രമേ. സ്തോത്രം. അദ്ദേഹം ദൂതനെ കണ്ടു. ആദ്യമൊക്കെ ദൂതൻ നിൽക്കുക. അദ്ദേഹം ഷർട്ടിൻ്റെ കോളറൊക്കെ പിടിച്ചിട്ട്, ദൂതനെ അറിയാമല്ലോ, ഞാൻ ആറ്റിയിടിലെ അവറാച്ചൻ 4000 ചാക്ക് സിമന്റ് പള്ളിക്ക് കൊടുത്ത ആള്. ദൂതൻ പറഞ്ഞ, എനിക്കറിയത്തില്ല. അറിയത്തില്ലയോ? എന്നാൽ ഞാൻ പിന്നെ കർത്താവിനോട് ചോദിക്കും. കർത്താവിന് ഏതായാലും അറിയാമല്ലോ ഞാൻ കൊടുത്തു നോക്കെ എന്തൊക്കെയാന്ന്. അവിടെ നിന്ന് ഒരൊറ്റ വിളി, കർത്താവേ എന്നൊരു വിളി വിളിച്ചു. അപ്പോൾ മൂലയ്ക്കൊന്ന് ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. കർത്താവല്ല, വേറൊരാൾ ഇങ്ങോട്ട് ഇറങ്ങി വരിക. നരച്ച താടി മുടിയൊക്കെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ താടിയിലൊക്കെ തടവി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഞാൻ അവറാച്ചനെ അറിയത്തില്ലയോ? ആറ്റിയിടിലെ അവറാച്ചൻ 4000 ചാക്ക് സിമന്റ് സഭയ്ക്ക് കൊടുത്ത് ഞാൻ സ്വർഗത്തിലോട്ട് കയറാനായിട്ട് വന്നത്. പുള്ളിക്കാരനെ മോഹം കോട്ടി ഒരു ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ യെരുശലേം ദേവാലയം പണിഞ്ഞ ശലോമോനെ, ഇവിടെ കിടക്കുന്നേ ഉള്ളൂ ഇപ്പോഴും. പള്ളിക്ക് സ്ഥലം കൊടുത്താലോ, പള്ളി പണിഞ്ഞു കൊടുത്താലോ? ഹലോ, ഈ ലോകത്തിൽ എന്തെന്ന് ചെയ്യുമെന്ന് പറഞ്ഞാലും തമ്പുരാന്റെ വചനത്തിനും പ്രമാണത്തിനും വേണ്ടി നിൽക്കാത്ത ഒരുത്തനും സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കടക്കാൻ കഴിയത്തില്ല. ഞാൻ വിദേശ രാജ്യത്ത് അമേരിക്കയിൽ പോയി. അവിടെ പോയപ്പോൾ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ സ്ത്രീ SRW എന്നാ. പക്ഷെ അവിടെ നിന്ന് എനിക്ക് പേപ്പർ അയച്ചെന്ന് SHRI എന്ന്. സ്തോത്രം. എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നീട് ഞാൻ പോയി, ആ ലെറ്റർ ഉടൻ തന്നെ മാറ്റി ഞാൻ പോയി. പക്ഷേ അത് മാറ്റിയിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് ആലോചിക്കുക, തമ്പുരാനെ, ഉച്ചാരണമൊക്കെ ഏകദേശമൊക്കെ ശരിയാണ്, പക്ഷേ ആ സ്പെല്ലിങ്ങിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അവൻ്റെ രാജ്യത്തിൽ അവൻ കടത്തത്തില്ലെങ്കിൽ സ്വർഗരാജ്യം കൂത്തഴിഞ്ഞ പുസ്തകമൊന്നുമല്ല. സ്തോത്രം. പ്രമാണത്തിനു വേണ്ടി നിൽക്കാത്ത ഒരുത്തിന് ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അവിടെ പോകാൻ സാധ്യമല്ല. 12 ഉണങ്ങിയ വടി യഹോവയുടെ സന്നിധി കൊണ്ടുവച്ചു. തമ്പുരാൻ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു വടി ഇതിനകത്ത് ഒരെണ്ണം തളിർക്കും, പൂക്കും. ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നെങ്കിലും തമ്പുരാൻ ചില ഹൃദയങ്ങളെ കണ്ടിട്ടുണ്ട്. ചിലരുടെ ഹൃദയത്തെ ദൈവം സ്പർശിച്ചുകൊണ്ടിരിക്കുക, ചിലരുടെ ഉള്ളത്തിൽ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. എന്നാ സംഭവിച്ചത്? ഒറ്റ വടി തളിർക്കും. ശ്രദ്ധിക്കണം, ഒരു കെട്ടിനകത്ത് 12 ഉണങ്ങിയ വടിയായി ഇവിടെ ഇരിക്കുന്ന യഹോവയുടെ സന്നിധിയിൽ. മണ്ണുമായി ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലുമില്ല. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുത്ത് തളിർക്കും. അത് ഒറ്റ രാത്രി കൊണ്ട്. സ്വോത്രം. എനിക്ക് സന്തോഷം. ഞാനൊരു പുസ്തകത്തിൽ വൃക്ഷങ്ങളെ കുറിച്ചുള്ളൊരു പുസ്തകം പഠിച്ചപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു ബദാം വൃക്ഷം പൂത്തു ഫലം കായ്ക്കണമെങ്കിൽ 12 വർഷം എടുക്കുമെന്ന്. ഇവിടെ തമ്പുരാൻ പറഞ്ഞ സമയമില്ല,
ഒറ്റ രാത്രി, അർത്ഥാൽ 12 മണിക്കൂർ. കായ്ക്കുമോ? ദൈവത്തിന് അസാധ്യമായി വല്ല കാര്യമുണ്ടോ? ഒന്ന് ആമേൻ പറ. സ്തോത്രം. മണ്ണുമായി ബന്ധമില്ല, വെള്ളത്തിന്റെ ഗന്ധം പോലുമില്ല. പക്ഷെ ഇരുന്നത് യഹോവയുടെ സന്നിധിയില. ഒറ്റ രാത്രി കൊണ്ട് അത് തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. ഏത് വടി? ലേവി ഗോത്രത്തിലെ അഹരോന്റെ വടി. വചനമറിയാവുന്ന ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചെന്നറിയാമോ? ഒരു പ്രത്യേക വിഷയത്തിന്റെ നടുവിൽ ഒരിക്കൽ അഭിഷിക്തൻ വിളിച്ചു പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. 12 ഗോത്രം കൂടെ നിൽക്കുന്നതിന് പറയൂ, യഹോവയുടെ പക്ഷത്തുള്ളവൻ അപ്പനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, ചാർച്ചക്കാരെ നോക്കിയില്ല, പള്ളിക്കാരെ നോക്കിയില്ല, പട്ടക്കാരെ നോക്കിയില്ല, നാട്ടുകാരെ നോക്കിയില്ല, ഭാഷയെ നോക്കിയില്ല, പരിവാരത്തെ ഒന്നും നോക്കിയില്ല. ഞാൻ യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്ന് പറഞ്ഞ് ലേവി മാറി നിന്നു. അന്ന് അവൻ മാറി നിന്നത് സർവശക്തൻ കണ്ടു. ഇപ്പോൾ ഈ പ്രത്യേക വിഷയത്തിന്റെ നടുവിൽ തമ്പുരാൻ പറയാ, കുഞ്ഞെ, അന്ന് മാറി നിന്ന ലേവി ഗോത്രത്തിന്റെ വടിയിൽ ആഹരോന്റെ പേരെഴുതിക്കോ. മത്സരികളുടെ കണ്ണിന്റെ നടുവിൽ ഞാൻ അവിടെ അടയാളമാക്കി വെക്കുകയോ. സ്തോത്രം, സ്തോത്രം. തമ്പുരാന് വേണ്ടി നെഞ്ചും നെറ്റിയും കാണിച്ചു കൊടുത്ത് ധീരതോടെ നിന്ന് ഒരുത്തനും ഇന്നുവരെ ലജ്ജിച്ചു പോയിട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നു, കൈസരിയിൽ ഇപ്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ഒരു ശതാധിപൻ. മൈക്കുള്ളവരൊന്ന് വായിക്കണമേ, മൈക്കിൽ കൂടി വായിച്ചു തന്ന സഹായം. കൈസരിയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ ആരെങ്കിലും വായിക്കേ. കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും, വളരെ ശ്രദ്ധിക്കണം, ഒന്ന് അവൻ ആരാണ്? ഭക്തനാണ്. 2 സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. 3 ജനത്തിന് വളരെ ദാനധർമ്മം കൊടുക്കുന്നവനാണ്. 4 എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ വലുത് വല്ലതും വേണോ? എന്തൊക്കെയുണ്ട്? 1 ഭക്തനാണ്, 2 സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, 3 എപ്പോഴും ദാനധർമ്മം കൊടുക്കുന്നവനാണ്. മാത്രമല്ല എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. അപ്പം ഭക്തനാണ്, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, ജനത്തിന് വളരെ ദാനധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. പകൽ 9-ാം മണി നേരമായപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പകൽ 9 യഹൂദന്റെ സമയമാണ്. നമ്മുടെ സമയം ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയം. ഈ സമയത്ത് ഒരു ദർശനത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രാർത്ഥിക്കുന്നവന്റെ മുറിയിലെത്തി. പ്രാർത്ഥിക്കുന്നവരുടെ റൂമിൽ ദൈവസാന്നിധ്യം ഇറങ്ങുമെന്ന്. പ്രാർത്ഥിക്കുന്നവരുടെ റൂമിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടും. നമ്മളൊക്കെ വിചാരിക്കുന്ന നമ്മളെ ആരും കാണുന്നില്ലെന്ന്. ഗിദിയോനോട് ഒരിക്കൽ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അപ്പന്റെ ഇളയ കാളയായി 7 വയസ്സുള്ള 2ാമത്തെ കാളയെടുത്ത് ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞിട്ട് എനിക്കവിടെ യാഗം അർപ്പിക്കാൻ. അത് വായിച്ചുകൊണ്ടിപ്പോൾ ചിന്തിച്ചു, ദൈവമേ, അപ്പന്റെ ഇളയ കാളയായി 7 വയസ്സുള്ള 2ാമത്തെ കാള, തൊഴുത്ത് നിൽക്കുന്ന കാളയുടെ പ്രായം അറിയുന്നവൻ നമ്മളെ അറിയാതിരിക്കുമോ? നമ്മുടെ ആരുടെയും കണ്ണുനീര് വസ്ത്രത്തിൽ പറ്റി മാഞ്ഞു പോകത്തില്ല കേട്ടോ. അത് തുരുത്തിയിലാക്കി വെച്ച് മറുപടി തരുന്ന ഒരു സർവശക്തനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കാതെ നമ്മുടെ തലമുറകൾ, ഞാൻ എപ്പോഴും പ്രസംഗവേദി പറയാറുണ്ട്, ഈ വീട്ടിലിരിക്കുന്ന TV-യിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. ജന്മം കൊടുത്ത മക്കളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതിന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ജീസസ്, അതാരുടെ മക്കളാന്ന് പറഞ്ഞാലും ദൈവാത്മാവ് അവരെ നിയന്ത്രിക്കണം. പകൽ 9-ാം മണി നേരത്തെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നിട്ട് പറയാം, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തി. നിന്റെ റൂമിനകത്ത് ആരും കാണാതെ നീ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചത് ദൈവത്തിന്റെ സന്നിധിയിലെത്തിയെന്ന്. നീ കൊടുത്ത ധർമ്മം ദൈവത്തിന്റെ സന്നിധിയിലെത്തി. പിന്നെന്താ ദൈവമേ ഒരു കുറവ്? ഞാന് സൗഖ്യമായി കഴിഞ്ഞ്, എനിക്കറിയത്തില്ല ദൈവത്തെ എങ്ങനെ ഞങ്ങളുടെ അവസ്ഥകളൊക്കെ അറിയാമോ, ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല.
അഭിഷിക്തർ വന്നു, പ്രാർത്ഥിച്ചു. ദൈവാത്മാവനെ സൗഖ്യമാക്കി. രോഗക്കിടക്ക വിട്ട് എഴുന്നേറ്റു. യേശു ഭഗവാൻ ജീവിക്കുന്ന ദൈവം എന്നറിഞ്ഞു. പിന്നെ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയെന്ന് അറിയത്തില്ല. സ്തോത്രം. ഞാൻ വിചാരിച്ചു യേശുവിൻ്റെ അമ്മ മറിയയുടെ ചെറിയ ഫോട്ടോ എങ്കിലും കിട്ടിയ പുസ്തകത്തിലെങ്കിലും വെച്ച് ആരാധിക്കായിരുന്നു. അങ്ങനെ ചിന്തിച്ചൊരു കാലമുണ്ടായിരുന്നു. സ്തോത്രം. ഒടുവിൽ ഒരു അച്ഛനാണ് എന്നോട് പറഞ്ഞു തന്നെ, കുഞ്ഞെ ഈ പുസ്തകം വെച്ചിട്ട് നീ പറ ഇതിൻ്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും ഗ്രഹിപ്പാനുള്ള ദൈവകൃപ തരാൻ. ഞാനത് ഏറ്റെടുത്തു. ഞാൻ വീട്ടിൽ പോയി മുട്ടുമടക്കി കരം മലർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ ഇതിൻ്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും ഗ്രഹിപ്പാനുള്ള ദൈവകൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, വെളിപ്പാടിൻ്റെ ആഴം ദൈവം പറഞ്ഞു തരുമ്പോൾ മറ്റാരും നമ്മളെ ഉപദേശിച്ചു തരേണ്ട കാര്യമില്ല. വചനത്തിൻ്റെ പൊരുളിലെ പരിശുദ്ധാത്മാവ് തിരിച്ചു തരും. അതുകൊണ്ട് ദൈവവചനം വായിക്കണം. ഒരുത്തരും ഉപദേശിച്ചു തരണ്ട. പരിശുദ്ധാത്മാവ് തന്നെ സകലവും നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് മക്കളോട്, കുഞ്ഞുങ്ങളോട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. വായിക്കുവോ? എല്ലാവരും വായിക്കുമല്ലോ? ഓക്കെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയും, നിന്റെ പ്രാർത്ഥന അവിടെ എത്തി, കഴിച്ച കൊടുത്ത ധർമ്മം കൊടുത്തി. പക്ഷേ ഇവൻ അങ്ങ് എത്തണമെങ്കിൽ ഇനിയും ചില കാര്യങ്ങളുണ്ട് അവിടെ. സ്തോത്രം. യോപ്പയിലേക്ക് ആളയക്കണം. കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോൻ വീട്ടിൽ വിളിച്ച് പ്രസംഗം കേൾക്കാൻ. എന്തിനാ പ്രസംഗത്തിന്റെ ആവശ്യം? ഇനിയൊരു പ്രസംഗം വേണോ? ഇനിയൊരു പ്രസംഗത്തിന്റെ ആവശ്യകത അവിടെ ഇല്ല. കാരണം ഒന്ന്, ഭക്തനാണ്, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്. പിന്നെന്തിനാണ് വചനം? വചനമാണ് ജീവിപ്പിക്കുന്നത്. വചനത്തിന്റെ ശക്തിയാണ് ഒരുവനിൽ രൂപാന്തരം ഉണ്ടാകുന്നത്. വചനം ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. കർത്താവിനെ എടുത്ത് ഭക്ഷിക്കാൻ ഒക്കുമോ? അതുകൊണ്ട് നമ്മളിത് വായിക്കുമ്പോൾ ഈ വചനം എവിടെ ആകും? പറഞ്ഞാട്ടെ, നമ്മുടെ ഉള്ളിലാകും. അതുകൊണ്ടാണ് യെരുശലേമിലേക്ക് പോയതായ, സ്തോത്രം, ഹല്ലേലൂയ, യേശു കർത്താവ് ആ ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ, സ്തോത്രം, വചനം പറഞ്ഞപ്പോൾ അവർ ഉള്ള എന്ത് ചെയ്തെന്നാ? കത്തിക്കൊണ്ടിരുന്നെന്ന്. അകത്ത് വചനം ഉണ്ടെങ്കിൽ പ്രസംഗം കേൾക്കുമ്പോൾ, അച്ഛൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അകത്ത് വചനം ഉണ്ടല്ലേ കത്തലുണ്ടാകത്തുള്ളൂ. അല്ലാതെ നമുക്ക് അവിടെ ചുമ്മാ ഇരിക്കാനേ പറ്റുള്ളൂ. മാതാപിതാക്കൾ ബൈബിൾ തുറക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ പിള്ളേരോട് പറയും, എല്ലാ ദിവസവും ബൈബിൾ വായിച്ചോണം, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. സ്തോത്രം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നാം മുട്ടുമടക്കുന്ന, അമ്മ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, അമ്മമാരോട് ഒരു ദൂതൂടെ, വലിയ ദൗത്യം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ, അമ്മമാരെല്ലോ ഇവിടെ ഇല്ലേ? അപ്പന്മാർ അതിൽ നിന്ന് ഒഴിവുള്ളവരെന്നല്ല. വലിയ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. മോശയുടെ അമ്മ പേര് യോഖേബേദ്, വലിയ ദൗത്യം ഏൽപ്പിച്ചു ദൈവം. ഈ ഫറവോനി അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ നായകനായി ദൈവം നിർത്തേണ്ട ആളാ അവളിൽ നിന്ന് പുറത്തു വന്നത്. വളരെ പ്രതികൂല. ഈ വാഗ്ദത്തമുള്ളവൻ എന്നും വെല്ലുവിളിയുണ്ട് കേട്ടോ. വാഗ്ദത്തമുള്ളവനെ എന്നും തകർത്ത് കളയാൻ പിശാച് നോക്കും. എത്ര പേര് മനസ്സിലാക്കുന്നു? വാഗ്ദത്തമുള്ളവൻ എന്നും. ഒരു പൊത്തുപോരത്തെ ക്രിസ്തീയ ജീവിതം നയിച്ചു നോക്കിയേ, ഒരു പിശാചിനൊരു കുഴപ്പമില്ല, അവനും മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും. സ്തോത്രം. നമ്മളാ പിശാചിനോട്, ചിലർ പറയും പിശാചിന്റെ പോരാട്ടമാണ്. പിശാച് നമ്മളോടല്ല, നമ്മളാണ് നമുക്ക് പോരാട്ടമുള്ളത്. നമ്മളങ്ങോട്ട് പോരാടണേ. നമ്മളിവിടുന്ന് സ്തുതിക്കുമ്പോൾ ദേശാധിപതിയുടെ ശക്തികൾ ഇളകുകയാണ്. പൈശാചിക ശക്തികൾക്ക് അവിടെ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. അദൃശ്യ മണ്ഡലങ്ങൾ വെളിപ്പെട്ടിരിക്കുന്ന ചില അന്ധകാര ശക്തികളുണ്ട്. കരമടിച്ച് ദൈവത്തെ നാം സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക ശക്തി, അത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ, നിങ്ങളുടെ വീടിൽ ബന്ധനമുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂടാരങ്ങൾ പൈശാചിക ശക്തി ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവവേല നീ കരമടിച്ച് അതിനകത്തൊന്ന് സ്തോത്രം പറഞ്ഞു നോക്കേ, ആ ബാധ നിന്റെ കൂടാരത്തിൽ നിന്ന് ഓടിപ്പോകും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരുവന്റെ അകത്ത് വ്യാപരിച്ചു കഴിഞ്ഞാൽ അന്ധകാര ശക്തിക്ക് പിന്നെ വീട്ടിൽ സ്ഥാനമില്ല. അത് പ്രാപിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, ആരും നമ്മളെ ആത്മീയത്തിൽ വളർത്തത്തില്ല കേട്ടോ.
പള്ളിയിലെങ്ങാനും അത് എവിടെയായാലും ഏത് കൂട്ടായ്മയ്ക്കാണെങ്കിലും ശക്തമായിട്ടൊന്ന് കൈയടിച്ച പിന്നെ തിരിഞ്ഞു നോക്കി എന്നാ പറ്റി അമ്മാമ്മയ്ക്കെന്ന്. സ്തോത്രം. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആരും വളർത്തത്തില്ല കേട്ടോ, സകല എണ്ണവും തളർത്തും. പക്ഷെ തന്നെത്താൻ ആത്മീയ വർധന വരുത്തിക്കണമെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത്. ചിലർ വിചാരിക്കുന്നത് ആ പായും കൊണ്ടിട്ട് അല്ലെ കസേരയും വലിച്ചിട്ട് പായ മുട്ടുമടക്കി പാട്ടുപുസ്തകം കൊണ്ടുവച്ച് കൈയടിച്ച് അങ്ങനെ അല്ലെങ്കിൽ ദൈവത്തെ അങ്ങോട്ട് സ്തുതിച്ചാൽ മാത്രമല്ല, ഏത് സമയത്തും ഡ്രൈവ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ, വാഷ് ചെയ്യുമ്പോൾ, ഏത് സമയത്തും പൗലോസ് പറഞ്ഞു ഏത് സമയത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. രാത്രിയിലെ ഭയം, പകൽ പറയിക്കുന്ന ആശ്രം, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരം ഒന്നും നിന്നോട് അടുക്കാതെ അല്ലെങ്കിൽ അവ വിട്ടു മാറണമെങ്കിൽ ദൈവസന്നിധി സ്തോത്രം പറ. ശ്രദ്ധിക്കണം. കൊർന്നേലിയോസിന്റെ റൂമിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. കൊർന്നേലിയോസേ, പ്രാർത്ഥനയും ധർമ്മം വന്നു. കടൽപ്പുറത്ത് തോൽക്കലനായ ശീമോന്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്. വിളിച്ച് പ്രസംഗം കേൾക്കാൻ. വചനത്തിന്റെ വെളിപ്പാട് നിന്റെ കൂടാരത്തിനകത്ത് ഉയരുമ്പോൾ, വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുമ്പോൾ, ഇതിന്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാനുള്ള ദൈവകൃപ നിന്റെ അകത്ത് ലഭിക്കും. അതുകൊണ്ട് പത്രോസ്, പ്രാർത്ഥിക്കുന്ന പത്രോസ് ഇപ്പൊ എന്തെടുക്കാന്നറിയോ? വെൺമാടത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്പസമയം വെൺമാടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ കാണുക, തുപ്പട്ടി പോലെ 4 കോണും കെട്ടി ഒരു പാത്രം ഇറങ്ങി വന്നു. അങ്ങനെ അതിനകത്ത് സകല ജീവജന്തുക്കളുമുണ്ട്. തമ്പുരാൻ പറഞ്ഞു, അറുത്തു കഴിക്കേ, മലിനമായത് നികൃഷ്ടമായത് ഞാൻ കഴിക്കത്തില്ല. തമ്പുരാൻ പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് നീ പറയരുത്. എന്നിട്ട് പറഞ്ഞു, ദേണ്ടേ ഒരിടത്തുനിന്ന് വരുന്നുണ്ട്, 3 പേര് വരും, അവരോടൊപ്പം നീ പൊക്കോളാൻ പറഞ്ഞു. നീ ഒന്നും നോക്കണ്ട, പൊക്കോ. പോയി കൊർന്നേലിയോസ് വിട്ട 3 ദൂതന്മാരുടെ കൂടെ, 3 പേരുടെ കൂടെ പത്രോസ് പോയി. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം അത് 10-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ചെന്ന് കയറി പത്രോസ്. ബന്ധുക്കളെയും ചാർച്ചക്കാരെയും സ്വന്തക്കാരെയും എല്ലാം കൊർന്നേലിയോസ് കൂട്ടി വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ആത്മഭാരമുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഞാൻ മാത്രമല്ല വിടുവിക്കപ്പെടേണ്ടത്, എൻ്റെ ചുറ്റുപാടുള്ളവരും വിടുവിക്കപ്പെടുന്നു. അതിനെങ്ങനൊരു യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാനും എൻ്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ ചുറ്റുപാടുമുള്ളവരും വിടുവിക്കപ്പെടണം. എൻ്റെ ദേശം, നമ്മളിപ്പോൾ പള്ളിയിൽ 200 പേരുണ്ട്, അല്ലെ 400 പേരുണ്ട്, അല്ലെ 500 പേരുണ്ട്, അല്ലെ 20 പേരുണ്ട്, അതുകൊണ്ടങ്ങ് ഒതുങ്ങുക. സ്തോത്രം. നമ്മുടെ ദേശത്ത് ആത്മീയ ജനനം നടക്കണം. സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. പ്രവർത്തിക്കുന്നത് ദൈവമാണ്, പക്ഷെ ദൗത്യം നമ്മളെ ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാതെ അകത്തടങ്ങിയിരിക്കരുത്. പത്രോസിന് വേണ്ടി വീടിന്റെ വാതിൽ അരുളപ്പാട് ലഭിച്ച കൊർന്നേലിയോസ് തുറന്നു കൊടുത്തു. പത്രോസ് അകത്തോട്ട് വന്നപ്പോൾ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും മിത്രങ്ങളെയും എല്ലാം കൂട്ടി വലിയൊരു ഗണം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. എനിക്ക് തോന്നുന്നു 35-ാം വാക്യത്തിലാ പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം. പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് പ്രസംഗിക്കുക, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അവനെ അംഗീകരിച്ച് നീതി പ്രവർത്തിക്കുന്നവനെ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. വചനത്തിന്റെ ശക്തി അങ്ങോട്ട് പത്രോസിലൂടെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ദാനത്തിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ദൈവമേ, എനിക്ക് പരിശുദ്ധാത്മാവിന് വേണം. പുസ്തകം പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. കാഹളത്തിന്റെ ധ്വനി കേൾക്കാനിരിക്കുന്നവനാ നമ്മൾ. കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഇരുമ്പും കാന്തവും കൂടെ ഒന്നിച്ച് ആകർഷിക്കപ്പെടുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വേണം നമ്മൾ ഉയർന്നു പോകാൻ. ജഡമാണെങ്കിൽ പൊങ്ങാൻ പറ്റത്തില്ല. ആത്മാവിന്റെ ശക്തി അകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ചിലർ പറഞ്ഞ സ്വർഗവും നരകവും ഒക്കെ ഇവിടെയാണ്. സ്തോത്രം, സ്തോത്രം. ധനവാനായ ഒരു മനുഷ്യൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ആർഭാടത്തോടെ സുഖലോലുപനായി ഈ ഭൂമിയിൽ ജീവിച്ചു. അവന്റെ പടിവാതിക്കൽ കിടക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ, പേര് ലാസർ. ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞ നായ്ക്കൾ വന്ന് വ്രണം നക്കുന്നു. ആട്ടി ഓടിക്കാൻ പോലും കെൽപ്പില്ലാത്തവൻ, പക്ഷേ ദൈവഭക്തൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ചിലർ വിചാരിക്കുന്നത്
പ്രാർത്ഥിക്കുന്നവർക്ക് കഷ്ടമില്ലെന്ന, പ്രാർത്ഥിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ. അന്നേരം ചിലർ പറയാം എന്നാ പിന്നെ പ്രാർത്ഥിക്കാതിരുന്ന പോരെ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് ഒത്തിരി കഷ്ടങ്ങളുണ്ട്, പക്ഷേ അതിനെ അതിജീവിക്കുന്ന ദൈവകൃപ അവന്റെ അകത്ത് ദൈവം കൊടുക്കും. അതിജീവിക്കാനുള്ള കെൽപ്പ് ദൈവം കൊടുക്കുമെന്ന്. ധനവാൻ ധൂമ്രവസ്ത്രം പട്ടും ധരിച്ച് സുഖലോലുപടി അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ അവിടെ കൊണ്ടിട്ട് കൊടുത്തു, അത് അവൻ കഴിക്കുന്നത്. രണ്ടുപേരും മരിച്ചു. ലാസർ എവിടെ പോയി? പറുദീസയിലേക്ക് പോയി, എബ്രഹാമിന്റെ മടിയിലേക്ക്. ധനവാനും മരിച്ചു. ലാസറിന് ഇവിടെ നല്ലൊരു അടക്കം കിട്ടിയെന്നൊന്നും എഴുതിയിട്ടില്ല. ആരൊക്കെയോ വലിച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ട് കാണും, എന്തെങ്കിലും ആയിപ്പോട്ടെ, മറവ് ചെയ്ത് കാണും. ധനവാനും മരിച്ചു. എന്താ സംഭവിച്ചേ? യാതനാ സ്ഥലത്തേക്ക് പോയി. അവിടെ കിടന്നുകൊണ്ട് മുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇന്നലെ വരെ തന്റെ പടിപ്പുരവാതിക്കൽ കിടന്ന് മേശമേൽ നിന്ന് വരുന്ന അപ്പനുറുക്കുകൾ തിന്നുകൊണ്ട് കിടന്ന ആ ലാസർ തേജോ രൂപിയായിട്ട് അബ്രഹാം പിതാവിന്റെ മടിയിൽ കിടക്കുന്നു. ഇത് കണ്ടപ്പോൾ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് ധനവാൻ ഒരൊറ്റ വിളി, അബ്രഹാം പിതാവേ. പിതാക്കന്മാരെ നന്നായിട്ട് അറിയുന്നവനായിരുന്നു അവൻ. സ്തോത്രം. പിതാക്കന്മാരെ നന്നായിട്ട് അറിയാവുന്നവനായിരുന്നു. ഒറ്റ വിളി, അബ്രഹാം പിതാവേ. ആ ലാസറിന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ ചുണ്ടത്തോട്ടൊന്ന് വെച്ച് തരണം. ഇത് കേട്ടപ്പോ അബ്രഹാം പിതാവ് പറഞ്ഞു, ഇല്ല, നിനക്ക് ഞങ്ങൾക്ക് ഇവിടെ വലിയൊരു പിളർപ്പുണ്ട്. ഇവിടുന്ന് ആർക്കും അങ്ങോട്ടോ അവിടുന്ന് ആർക്കും ഇങ്ങോട്ടോ വരാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ സ്വർഗവും നരകമൊക്കെ ഇവിടാന്ന് പറഞ്ഞ് ഇവിടെ മസിൽ പിടിച്ചൊക്കെ നിൽക്കും. അടുത്ത സെക്കൻഡിൽ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞാൽ, ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആർക്കും എപ്പോഴും എന്ത് സംഭവിക്കാം. ഈ കോവിഡിന്റെ തീവ്രവ്യാപനം നമ്മളെ നന്നായി പഠിപ്പിച്ചു. ആരും കൂടെ കാണത്തില്ല. നിനക്ക് ഞങ്ങളുടെ ഇവിടെ വലിയൊരു പിളർപ്പ. ഇവിടുന്ന് ആർക്കും അങ്ങോട്ടോ അവിടുന്ന് ആർക്കും ഇങ്ങോട്ടോ വരാൻ പറ്റത്തില്ല. എന്നെ പറയും, ഒരു കാര്യം ചെയ്യ്, എനിക്ക് രക്ഷപ്പെടാം, ഞാനോ ഇവിടെ ആയി. ശ്രദ്ധിക്കണമേ, എൻ്റെ 5 സഹോദരങ്ങൾ ഭൂമിയിലുണ്ട്. അവർ ഈ യാതനാ സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് അയച്ചാട്ട്. ശ്രദ്ധിച്ചേ, ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം. ആത്മഭാരം ഉണ്ട് കേട്ടോ. ചിലരാണെ പറഞ്ഞു, ഞാനോ ഇവിടെ ആയി കുഴിയിലായി, എന്നാ പിന്നെ അവരോട് ഇങ്ങോട്ട് പോരട്ടെ. ഇതങ്ങനല്ല പറഞ്ഞേ. അവരെന്ത് ചെയ്യരുത്? ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ട് ഇവനെ എന്ത് ചെയ്യണം? അങ്ങോട്ട് അയക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ലാസർ അങ്ങോട്ട് പോയാൽ അവർ അംഗീകരിക്കുമോ? ഒന്ന് പ്രതികരിച്ചാട്ടെ. ഇല്ല. കാരണം ഈ ലാസർ അല്ലെങ്കിൽ വേറൊരു ലാസർ ഉയർത്തല്ലോ. എവിടുത്തെ ലാസറ? ബെഥാനിയിലെ ലാസർ ഉയർത്തില്ലേ? നാറ്റം വെച്ച് 4 ദിവസം കല്ലറയ്ക്കകത്ത് കിടന്നില്ലേ? ഉയർത്ത് യേശുവിന്റെ കൂടെ അവിടെ ഇരുന്നപ്പോ പറയാ, പന്തിയുടെ മുമ്പിൽ ഇരുന്നപ്പോ പറയാ, യേശുവിനെ മാത്രമല്ല അവനെയും കൊല്ലണമെന്ന്. ലോകം അതാണേ, ലോകക്കാരിതാ. ഇല്ല. ഉടനെ മോശ പറഞ്ഞു കേട്ടോ, അബ്രഹാം പിതാവ് പറഞ്ഞു കേട്ടോ, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്. അർത്ഥം അവരെഴുതിയ തിരുവചനം അവിടെ ഉണ്ടെന്ന്. സ്തോത്രം. ന്യായപ്രമാണം അവിടെ ഇരിപ്പുണ്ടെന്ന് അതിന്റെ അർത്ഥം. അതവര് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കട്ടെ, അല്ലാതെ ഇവൻ അങ്ങോട്ട് ചെന്നാലും വിശ്വസിക്കത്തില്ലെന്ന്. ധനവാന് വലിയ ഗുണവിശേഷങ്ങളുണ്ട്. ഒന്ന്, അവൻ അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു. പിതാക്കന്മാരെ നന്നായിട്ടറിയാം. 2, സഹോദര സ്നേഹമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ അവരിങ്ങോട്ട് വരരുതെന്ന്. ആത്മഭാരമുണ്ട്. ഈ തീക്കകത്ത് അവർ വീഴരുത്, ഈ യാതനാ സ്ഥലത്ത് അവർ വരരുത്. സഹോദര സ്നേഹമുണ്ട്, ആത്മഭാരമുണ്ട്. പിതാക്കന്മാരെ നന്നായിട്ടറിയാം. ന്യായപ്രമാണം വീട്ടിലിരിപ്പുണ്ട്. മാത്രമാണോ, തന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കെങ്കിലും കൊണ്ടിട്ട് കൊടുക്കാനുള്ള ദയ കാണിച്ചില്ലേ? നമ്മുടെയൊക്കെ വീടിന്റെ പടിക്കൽ അങ്ങനെ കാണും, ആരെങ്കിലും വന്ന് കിടന്ന പഞ്ചായത്തിൽ എറിയിച്ചെടുത്തോണ്ട് പോകാൻ പറയും. പക്ഷെ കൊണ്ടു കൊടുത്തില്ലേ? മരിക്കുന്നിടം വരെ അത് ഭക്ഷിച്ചല്ലേ അവൻ കിടന്നത്. പിതാക്കന്മാരെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാലും, ന്യായപ്രമാണം വീട്ടിലിരിപ്പുണ്ടെന്ന് പറഞ്ഞാലും, സഹോദര സ്നേഹമൊക്കെ ഉണ്ട് ധനവാന്. പക്ഷേ അവൻ യാതനാ സ്ഥലത്താ പോയത്. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്തൊക്കെ അറിവുകൾ ഈ ലോകപ്രകാരം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവവചനത്തിൽ നിന്ന് ഒരു അറിവ് നമുക്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മളെ പോലെ ഹതഭാഗ്യവാന്മാർ ലോകത്തിലില്ല.
രജിസ്റ്ററിൽ പേരുണ്ടെങ്കിൽ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണണമെന്നില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. പാസ്റ്റർ പ്രസംഗം കേട്ടതുകൊണ്ടോ അച്ഛന്റെ പ്രസംഗം കേട്ടതുകൊണ്ടോ സ്വർഗത്തിൽ പോകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. എനിക്കറിയാം സ്തോത്രമൊന്നും വരത്തില്ലെന്നറിയാം. സ്തോത്രം. ചിലർക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞുള്ള കഷ്ടം വരുമ്പോഴേ സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷകളുണ്ട് കേട്ടോ, പരീക്ഷയുണ്ട്. പറ്റിയ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും തരുന്ന ഒരു ദൈവമുണ്ട്. വചനം പറഞ്ഞ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് കൊടുക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും. സ്തോത്രം. കർത്താവ് കൊടുക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും. എന്തിനാ പരീക്ഷിക്കുന്നേ? ആവർത്തന പുസ്തകം 8:2 40 വർഷം ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചു. എന്തിനാ? അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞ ഉള്ളിലിരിപ്പറിയാൻ പരീക്ഷ. അത് വായിച്ചപ്പോൾ ഞാൻ വളരെ കരഞ്ഞു പോയി കേട്ടോ. ദൈവമേ, 1-ാം വയസ്സിൽ കുഞ്ഞിനിട്ട് കൊടുത്ത് ചെരുപ്പ് 40-ാമത്തെ വയസ്സിലും കുഞ്ഞിട്ടു. കൊച്ചു വളരാഞ്ഞിട്ടല്ല, ചെരുപ്പ് വളർന്നു. 1 വയസ്സിൽ കൊച്ചിനിട്ട് കൊടുത്ത് ഉടുപ്പ് 40-ാമത്തെ വയസ്സിലും അവനിട്ടു. കൊച്ചു വളരാഞ്ഞിട്ടല്ല, ഉടുപ്പ് വളർന്നു. ഇതുപോലെ വിടുവിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഞാനത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ ചെങ്കടൽ കടന്നു കഴിഞ്ഞിട്ട് അടുത്തത് ചവിട്ടുന്നത് കനാനിലോട്ടായിരുന്നെങ്കിൽ എല്ലാവരും അകത്ത് കയറിയേനെ. ഹലോ, ചെങ്കടൽ അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് കനാനിലോട്ടാണ് കയറുന്നതെങ്കിൽ എല്ലാവരും കയറിപ്പോയിരും. പക്ഷേ തമ്പുരാൻ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തി. സ്തോത്രം. ഈ നാളുകൾ നമ്മുടെ ഒരുക്കത്തിനുള്ള സമയമാണ് കേട്ടോ. ദൈവസഭകൾക്ക്, ദൈവജനത്തിന്, ഓരോ ക്രിസ്ത്യാനിയോടെ ഞാൻ പറയാം, നമ്മുടെ ഒരുക്കത്തിന്റെ സമയമായത് കേട്ടോ. നമ്മുടെ കർത്താവ് വരാറായി. നിങ്ങൾ എത്ര പേര് ഈ പന്തലിരിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്? ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. ഈ തലമുറയിൽ എൻ്റെ യേശു വരും. ഒരുക്കത്തിനുള്ള സമയമായത്. നഷ്ടപ്പെടുത്തി കളയരുത്. അനുസരണക്കേട് കാണിക്കരുത്. പ്രമാണത്തിന് വേണ്ടി നിൽക്കണമേ. അഗസ്വരോസ് രാജാവിന്റെ അടുക്കൽ രാജ്ഞിമാരെ തെരഞ്ഞെടുക്കുമ്പോൾ 1 വർഷത്തെ ഒരുക്കമുണ്ടായിരുന്നു. 6 മാസം മൂറുകൊണ്ടും 6 മാസം സുഗന്ധവർഗം ഇട്ട രാജ്ഞിയെ ഒരുക്കുന്നത്. 1 വർഷം ഒരുങ്ങിയതിന് ശേഷമാണ് മണവാളന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. തെരഞ്ഞെടുപ്പ്. സ്തോത്രം. ഒത്തിരി സുന്ദരിമാർ ഒരുങ്ങാൻ ചെന്നു. പക്ഷേ ഹേഗായിയുടെ കൈ കീഴി താണിരുന്ന ഒരു എസ്തേർ ഒരുങ്ങി. ഹേഗായി പറഞ്ഞതല്ലാതെ, ഹേഗായി പരിശുദ്ധാത്മാവിന് നിഴലാ. രാജാവ് നമ്മുടെ കർത്താവിന് നിഴലാ. എസ്തേർ മണവാട്ടി സഭയ്ക്ക് നിഴലാ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ അന്ത്യകാലത്തിന് ഒരു ഒരുക്കത്തിന് വേണ്ടിയാ. ഈ അന്ത്യകാലത്തിന് ഒരു ഒരുക്കത്തിന് സമയമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെയും ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് ദൈവവചനം പ്രമാണിച്ച് കർത്താവിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ നിലകൊള്ളുന്നവന് മാത്രമേ സ്വർഗകവാടത്തിന്റെ വാതിൽ തുറക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വചനം പ്രസംഗിച്ചു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ, ഭക്തന്റെ ഭവനത്തിൽ, ധർമ്മം കൊടുക്കുന്നവന്റെ ഭവനത്തിൽ, ദൈവത്തെ ഭയപ്പെടുന്നവന്റെ ഭവനത്തിൽ വചനം പ്രസംഗിച്ചു. പത്രോസ് ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടിയിരുന്നവരുടെ മേൽ വ്യാപരിച്ചു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ചിലരെ പരിശുദ്ധാത്മ സ്പർശിക്കുക, പരിശുദ്ധാത്മാവിന്റെ ചലനാത്മകമാകുന്ന പ്രവൃത്തി ചിലരുടെ ശരീരത്തോട് വെളിപ്പെടാൻ പോകുക. എത്ര പേര് ഇന്ന് രാത്രി ശാരീരികമായി മാനസികമായി ഭാരത്തോടെ വന്നിട്ടുണ്ടോ? കരമടിച്ച ദൈവത്തെ സ്തുതിച്ചോട്ടെ. നീ അറിയാതെ തന്നെ നിന്റെ ശക്തി ശരീരത്തിന്മേൽ വചനത്തിന്റെ ശക്തി അയച്ച് ദൈവം മഹത്വം ദൈവം വെളിപ്പെടുത്തുകയോ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തിയാ നമ്മളെ ജീവിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി സകലരുടെ മേലും വ്യാപരിച്ചു. സ്തോത്രം. പത്രോസിന്റെ കൂടെ ഞാൻ കടമെടുത്തോണ്ട് വന്ന് ഒരൊറ്റ കാര്യം ഇവിടെ പ്രസംഗിച്ചിട്ടില്ല, വചനത്തിലേ പ്രസംഗിച്ചത്. നിങ്ങൾ വീട്ടിൽ പോയി ഇതെല്ലാം വായിച്ചു നോക്കിയാൽ മതി. സ്തോത്രം. പത്രോസ് പ്രസംഗിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. പത്രോസിനോടൊപ്പം ചില മിടുക്കന്മാർ വന്ന് മാർഗിടാൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ.
പ്രസംഗത്തിന് അച്ഛൻ പ്രസംഗിക്കുന്ന എന്താ, പാസ്റ്റർ പ്രസംഗിക്കുന്ന എന്താ, മാർക്കിടാൻ വരുന്നതാ. മാർക്കിടുന്ന ഒരു ബുക്കും പേനയും പിടിച്ച് ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഇത് പറയുമ്പോൾ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് ഓടി വരുക. അഗ്നിരഥങ്ങളും അഗ്നിയശങ്ങളും വെളിപ്പെട്ടപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇരട്ടി ആത്മശക്തിക്ക് വേണ്ടി കാത്തിരുന്ന് ദാഹിച്ച് മോഹിച്ച ഒരാളുണ്ടായിരുന്നു. ആരാ? എലീശ. ഒരു പുതപ്പ് അവൻ്റെ മേൽ നിന്ന് വീണു. ഇവൻ ഓടിച്ചെന്നെടുത്ത് പുറകോട്ടും നോക്കില്ല, ഇടത്തും വലത്തും നോക്കില്ല, ഒറ്റ ഓട്ടമായി യോർദാനിൽ ചെന്ന് ഒറ്റ അടി ഇത് മടക്കി. എന്നിട്ട് പറഞ്ഞു, ഏലിയാവിൻ്റെ ദൈവം എവിടെ? പിന്നീടുള്ള ശുശ്രൂഷ നിങ്ങൾക്കറിയാം. ദാഹത്തോടെ ഇരട്ടി ആത്മശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് അത് പ്രാപിച്ച് മുന്നോട്ട് പോയവൻ ഏലിയാവ് ചെയ്തതിൻ്റെ ഇരട്ടി ശുശ്രൂഷ എലീശ ചെയ്തു. പക്ഷേ അതേ കൂട്ടത്തിൽ പഠിച്ച് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവാചക ശിഷ്യങ്ങൾ, അത് ബൈബിൾ കോളേജ് അന്നത്തെ കേട്ടോ. അവിടെ നിങ്ങൾ വായിക്കണേ, ആ പുസ്തകത്തിൽ വായിക്കണം. പഴയ നിമിത്തം 50 ബലശാലികൾ ഉണ്ടായിരുന്നു. 50 ശിഷ്യന്മാർ വേറെ കൂടെ ഉണ്ടായിരുന്നു. 50 ബലശാലികൾ അവർ കൂടെ ഉണ്ട്. ഈ ഏലിയാവ് അങ്ങോട്ട് എടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ഏലീശയുടെ അടുക്ക വന്നിട്ട് ചോദിക്കുക, നമ്മുടെ യജമാനനെ വന്ന് ദൈവം അങ്ങ് എടുത്തുകൊണ്ട് പോയി, ഇനി ഏതെങ്കിലും മലയിലോ താഴ്വരയിലോ കൊണ്ടിട്ടു എന്ന് നമുക്കൊന്ന് നോക്കാവുന്നു. ഇന്നും ചിലരുടെ ഡ്യൂട്ടി അതാ. ഇതേ ബൈബിൾ കോളേജിൽ പഠിച്ചതാ, ഏലീശയുടെ കൂടെ പഠിച്ചതാ. ഇവരുടെ ഡ്യൂട്ടി എന്തുവാ? തമ്പുരാൻ ഉയർത്തിയവനെ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ നോക്കുക. ചിലരുടെ ജോലി അവർ വീണിട്ടുണ്ടോ, ഇവർ വീണിട്ടുണ്ടോ, മറ്റവർ വീണിട്ടുണ്ടോ. പക്ഷേ ശക്തിക്ക് വേണ്ടി കാത്തിരുന്ന ഏലീശയ്ക്ക് ഒരു കാര്യം അറിയാം, ദൈവം ഉയർത്തിയവനെ എത്തിക്കേണ്ട സ്ഥലത്ത് തമ്പുരാൻ എത്തിച്ചോളും. എൻ്റെ ഡ്യൂട്ടി അതല്ല. എൻ്റെ ഡ്യൂട്ടി കാത്തിരുന്നു പ്രാപിച്ചതുമായി ഹല്ലേലൂയ ശക്തിയോടെ കാലഘട്ടത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഓടുക. ഇന്ന് രാത്രി ആത്മാഭിഷേകത്തിന് ശക്തി പ്രാപിക്കുവാൻ വാഞ്ചയുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ ദാഹിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മൺകൂടാരങ്ങൾ അത് വെളിപ്പെടും. ആമേൻ പറ. കരമുയർത്ത്. 8 ഇഞ്ച് നീളമുള്ള കാരിനും പാണികൾ കയ്യിൽ തറയ്ക്കപ്പെട്ട് 6 മണിക്കൂർ ആകാശത്തിന്റെ മധ്യത്തിൽ എന്റെ യേശുവിന്റെ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയർത്തിയെങ്കിൽ ഒരു നിമിഷം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മളൊക്കെ ക്രിസ്ത്യാനികളാന്ന് നാട്ടുകാരൊന്നും അറിയട്ടെന്നേ. അയലത്തുകാർക്ക് പോലും അറിയത്തില്ല ഇവിടെ ക്രിസ്ത്യാനിയാണോ താമസിക്കുന്നത്. പ്രഭാത പ്രാർത്ഥനയില്ല, അന്ത്യപ്രാർത്ഥനയില്ല. ഞാനീയിടെ ഞങ്ങളുടെ ഒരു സഹോദരിമാരുടെ മീറ്റിങ്ങിന് ഞാൻ പറയുമായിരുന്നു, ഈ പ്രഭാത ഗാനങ്ങളെല്ലാം കൂടി ഇപ്പൊ സമരത്തില്ല, ഞങ്ങളെ ആരും ഉപയോഗിക്കുന്നില്ലെന്നും പറഞ്ഞു. സ്തോത്രം. കണ്ണു തുറക്കുന്നുണ്ടെ നമ്മൾ ഇതും എടുത്തോണ്ടാവും. സ്തോത്രം. ഇപ്പൊ നോക്കണമേ, നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവിടെ വചനം പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നിങ്ങളുടെ ചുറ്റുമുണ്ടല്ലെങ്കിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ആരെ നോക്കണം? പള്ളിക്കാരെയും പട്ടക്കാരെയും പാസ്റ്ററെയും സെക്രട്ടറിയും ഒന്നുമല്ല നോക്കേണ്ടത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്താൻ കഴിയുന്ന യേശുവിനെ നോക്കിയോട്. ഒരു കുഴിയിലും വീഴത്തില്ല, ഒരിക്കലും പരാജയപ്പെടത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് പരാജയപ്പെട്ടു പോയെന്ന്? നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ സന്തതികളെ ദൈവം അനുഗ്രഹിക്കും. തലമുറകളെ കുറിച്ച് ഓർത്ത് കരയുന്ന ഒത്തിരി അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥനയാകുന്ന പെട്ടകത്തിൽ അവരെ ഒളിപ്പിക്കും. സഹോദരിമാരെ, നിങ്ങൾ അവർക്ക് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ, എൻ്റെ സഹോദരിമാരോടൊരു ദൂത്, ആഴ്ചയിൽ ഒരിക്കൽ മക്കൾക്ക് വേണ്ടി ഉപവസിക്കണം. ഒരു ദിവസമെങ്കിലും. ആണാകട്ടെ പെണ്ണാകട്ടെ, ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയാനുള്ള ദൈവകൃപ അവർക്ക് ദൈവം കൊടുക്കണം. സ്തോത്രം. ഒരു യോസഫിനെ പോലെ പാപവഴികളെ കാണുമ്പോൾ അതിനെ വെറു തോടി മാറുന്ന തലമുറകളായി അവർ തീരട്ടെ. ഒരു ദാനിയേലിനെ പോലെ അവർ പ്രാർത്ഥനാ പോരാളികളായി മാറട്ടെ. സ്തോത്രം. എബ്രായ ബാലന്മാരെ പോലെ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കട്ടെ. സ്തോത്രം. ശൈശവ പ്രായത്തിലുള്ളവർ മുതൽ കുടുംബസ്ഥരായിക്കോട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിയില്ലേ? അപ്പനും അമ്മയും ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ആരും പ്രാർത്ഥിക്കത്തില്ലെന്നേ. ആരൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. യോഖേബേദ് എന്താ ചെയ്തേ? തൻ്റെ കുഞ്ഞിന് വേണ്ടി ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി. മോശയുടെ അമ്മ ഒരു ഞാങ്ങണപ്പെട്ടകം, പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ഞാങ്ങണപ്പെട്ടകം വാങ്ങി. എന്നിട്ട് തനിക്ക് ലഭിച്ച വാഗ്ദത്ത സന്തതിയെ പറഞ്ഞാട്ട് പെട്ടകത്തിനകത്താക്കി. പെട്ടകം അടച്ചു, കീല് തേച്ചു, നൈൽ നദി കൊണ്ട് വെച്ചു. പെങ്ങളാകുന്ന മിരിയാം മാറി നിന്ന് നോക്കി. എന്ത് സംഭവിക്കും? ശ്രദ്ധിക്കണമേ,
ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തു കുഞ്ഞിനെ തകർത്തില്ല. നൈൽ നദി, നീല നദി കൊച്ചിനെ മുക്കിക്കളഞ്ഞില്ല. വാഗ്ദത്തമുള്ള സന്തതി കൊട്ടാരത്തിലെത്തി. അത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, കുഞ്ഞേ, അത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമീപത്തൂടെ ഒരു നദി ഒഴുകുന്നു. നിങ്ങൾ ചിന്തിച്ചു, ഒരു നദി ഒഴുകുന്നു, ചീഞ്ഞഴുകി ഒഴുകുന്ന 100 കണക്കിന് ജഡങ്ങൾ, അല്ല 10 ഡെഡ് ബോഡി ഇതിനകത്തൂടെ ഒഴുകി പോകുന്നൊരു വാർത്ത നിങ്ങളുടെ ചെവിയിലെത്തിയാൽ സുബോധമുള്ളവരാരും പിന്നെ അവിടെ കുളിക്കാൻ ഇറങ്ങത്തില്ല. ഇറങ്ങുമോ? എന്നാൽ കേൾക്ക്, ഫറവോന്റെ കൽപ്പനയാൽ മോശയുടെ പ്രായത്തിലുള്ള 100 കണക്കിന് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിച്ച് ഈ നീല നദി, നൈൽ നദിയിലേക്ക് വലിച്ചെറിയുക ഭടന്മാർ. ചീഞ്ഞഴുകി ഒഴുകുന്ന 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ഡെഡ് ബോഡി ഇതിനകത്തൂടെ ഒഴുകിപ്പോകുന്നു. അതിനകത്തേക്ക് ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് കുമാരി കുളിക്കാൻ വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ തന്റെ കുമാരിക്ക് വേണ്ടി കുളിക്കാൻ ഒരു സജ്ജീകരണം ഇല്ലാഞ്ഞിട്ടല്ല, വാഗ്ദത്തമുള്ളതിനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ സ്വർഗീയ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കരമടിച്ച ദൈവത്തെ സ്തുതിക്ക്. നിന്റെ സന്തതിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, നിന്റെ സന്തതിയെ സംരക്ഷണ വലയത്തിൽ ഒളിപ്പിക്കുന്ന ആ ദൈവിക സാന്നിധ്യം അവൾ എവിടെയായിരുന്നാലും അത് സംഭവിക്കൂ. അതിൽ നിന്നൊരു ആത്മീയ ദൂതൂടെ ഞാൻ മാതാപിതാക്കളോട് പറയാം. പ്രാർത്ഥനയാകുന്ന ഞാങ്ങണപ്പെട്ടകം തലമുറകൾക്ക് വേണ്ടി പണിത്, വാഗ്ദത്തം ലഭിച്ച തലമുറകളെ പ്രാർത്ഥനയാകുന്ന പെട്ടകത്തിൽ ഒളിപ്പിച്ച്, പരിശുദ്ധാത്മാവെന്ന കീഴിൽ മുദ്രയേൽപ്പിച്ച്, ലോകമാകുന്ന നൈൽ നദി നിങ്ങൾ അവരെ എവിടെ പറഞ്ഞു വിട്ടാലും ഞാങ്ങണയുടെ ദുഷ്ടജന്തു അവരെ തകർത്ത് കളയത്തില്ല. നീല നദി അവരെ മുക്കിക്കളയത്തില്ല. വാഗ്ദത്തമുള്ള സന്തതി എത്തേണ്ട സ്ഥലത്തെത്തുക. തലമുറകൾക്ക് വിരോധമായി നിന്ന് വാദിക്കുന്ന, വാഗ്ദത്തമുള്ളതിന് വിരോധമായി വാദിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ മാതാവേ, പിതാവേ, നീ പ്രാർത്ഥിച്ച് ജയമെടുക്കുക. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ജീസസ്. തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുകയാണ്. തലമുറകളുടെ വിടുതലിനെ ഓർത്ത് ഭാരപ്പെടുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപമംഗലമായ ജീവിതം നയിച്ച് അധാർമികമാകുന്ന അനുഭവത്തിൽ കൂടെ പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കളുടെ ചങ്ക് പൊട്ടിയിരിക്കുക. സ്തോത്രം. അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരോട് പറഞ്ഞ അനുസരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1-2 മാതാക്കൾ വിളിച്ച് പറഞ്ഞ എന്താണെന്നറിയാമോ? സിസ്റ്ററെ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഓൺലൈനിലാണ് ക്ലാസ്, ഒരു പ്രശ്നമില്ല, മൊബൈല് കൊടുത്താൽ മതി. പക്ഷെ ഇപ്പൊ സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോപമാ, സ്കൂളിൽ പോകത്തില്ല, ദേഷ്യമാ, സ്കൂളിൽ പോകണ്ട ഞങ്ങൾക്ക്, കാരണം മൊബൈൽ കിട്ടുന്നില്ല. ഇവർക്കൊരു ഭ്രാന്തായി മാറി ഇത്. പ്രിയ ദൈവജനമേ, പ്രാർത്ഥനയുടെ ശക്തിക്ക് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ ഇച്ചിരെങ്കിലും അനുഭവമുള്ളതുകൊണ്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹലോ, സ്തോത്രം. അപ്പന്മാർ, അമ്മമാർ, ഇവിടെ ഇരിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരോടെയും ഓരോ പ്രിയപ്പെട്ടവരോടും ചോദിച്ചാൽ അറിയാം, അവരുടെയൊക്കെ മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കിയതിന്റെ പരിണിത ഫലമാണ് അവരിവിടെ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വെട്ടിത്തിളങ്ങുന്ന പാത്രത്തിനകത്ത്, സ്തോത്രം, ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുമ്പോൾ മേശപ്പുറത്ത് വെട്ടിത്തിളങ്ങുന്ന പാത്രത്തിനകത്ത് രുചികരമായ ഭക്ഷണം കൊണ്ടുവെക്കും. നമ്മൾ ചെന്നിരുന്ന് ചുറ്റുമിരുന്ന് ആ വെട്ടിത്തിളങ്ങുന്ന പാത്രത്തിൽ നിന്ന് രുചികരമായ ഭക്ഷണം എടുത്ത് കഴിച്ച് തൃപ്തി അടഞ്ഞു പോകുന്നു. പക്ഷേ ഈ പാത്രത്തിനകത്ത് ഈ രുചികരമായ ഭക്ഷണം വരുന്നതിന് മുമ്പ് അകത്ത് കരി പിടിച്ച ചില പാത്രങ്ങളുണ്ട്, ചൂടത്തിരുന്ന് വെന്ത് തിളച്ചു പറഞ്ഞ ചില പാത്രങ്ങളുണ്ട്. മുണ്ട് മുറുക്കി ഉടുത്ത് കഷ്ടത സഹിച്ച് പട്ടിണി സഹിച്ച് ഹല്ലേലൂയ അല്ലെ കരഞ്ഞും നിലവിളിച്ച് കർത്താവിനോട് മാറത്തടിച്ച് നിലവിളിച്ച ചില മാതാക്കളുടെ കണ്ണുനീരാ ഇന്ന് ക്രിസ്തീയ സഭയുടെ ക്രിസ്ത്യാനിയുടെ നിലനിൽപ്പ്. ലോകരാജ്യങ്ങൾ തലമുറകൾ മാനിക്കപ്പെടുന്നത് പിതാക്കന്മാരുടെ കണ്ണുനീരാ, വല്യമ്മച്ചിമാരുടെ കണ്ണുനീരാ കേട്ടോ. അത് മനസ്സിലാക്കാതെ മസിൽ പിടിച്ചു വന്നിരിക്കരുത്. കൃപയാ ഇതിനകത്തിരിക്കുന്നത്, കൃപയാ ഇതിനകത്തിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം. അവർക്ക് വചനമൊന്നും വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബൈബിൾ എടുക്കാനോ വായിക്കാനോ ഒന്നും കഴിവുള്ളവരൊന്നും ഭൂരിഭാഗം ആൾക്കാർക്കില്ലായിരുന്നു. പക്ഷേ കർത്താവേന്ന് നെഞ്ചത്തടിച്ചൊരു വിളി വിളിച്ചാൽ സർവശക്തൻ അവിടെ ഇറങ്ങുമായിരുന്നു. പക്ഷേ ഈ വചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ സ്തോത്രം പ്രിയരെ,
വചന സത്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ എത്ര പേർ തയ്യാറാകും? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പലസ്തീനിലുള്ള യഹൂദ ക്രിസ്ത്യാനികൾ അനേകർ ക്രിസ്തുമാർഗം സ്വീകരിച്ച് അതിലേക്ക് വന്നു. അങ്ങനെ വന്നവർക്ക് വലിയ പീഡകളുണ്ടായി യഹൂദ മതത്തിൽ നിന്ന് തന്നെ. ഈ പീഡകൾ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വിട്ടുപോകുന്ന യഹൂദ മതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ അവരാഗ്രഹിച്ചു. പൗലോസ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും പിന്മാറരുത്, പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നാലും ക്രിസ്തുവിന് വേണ്ടി നിൽക്കണമെന്ന് അവരെ പ്രബോധിപ്പിക്കുന്ന പുസ്തകമാണ് നാം വായിച്ച എബ്രായ ലേഖനം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒറ്റ ലക്ഷ്യമേ ഉള്ളതിനകത്ത്, ക്രിസ്തുവിനെ ഉയർത്തുക, ദൈവമാരെന്ന് വെളിപ്പെടുത്തുക. സ്തോത്രം. ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ ഉയർത്തുക. ഇവിടെ നോക്കണമേ, വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ എല്ലാവരുടെ മേൽ ആത്മാവ് വന്നു. മാർഗിടാൻ വന്നവര്, പൗത്രോസിന്റെ കൂടെ മാർഗിടാൻ വന്നവര് പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ഇവരെ ഇനി വെള്ളം വിലക്കാൻ ആർക്ക് കഴിയും? സ്തോത്രം. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാം, എനിക്കത് പറയാതിരിക്കാൻ കഴിയത്തില്ല. 1.5 മണിക്കൂർ കരം കോർത്ത് പിടിച്ച് ആരാധിച്ച അഭിഷിക്തന്മാര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കരണ്ട് പാസ് ചെയ്യുന്നത് പോലെ ഒരദൃശ്യമാകുന്ന ശക്തി എൻ്റെ ഉച്ചി മുതൽ പാദം വരെ വ്യാപരിച്ചു. 3 പ്രാവശ്യം ഞാൻ വോമിറ്റ് ചെയ്തു. 3-ാമത്തെ പ്രാവശ്യം യേശു ഭഗവാൻ ജീവിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റു. സ്തോത്രം. സ്തോത്രം. വിരൂപമായ എൻ്റെ കൈകളെ ദൈവം നിവർത്തി. ആ മുറിക്കകത്തൊരു അയ കെട്ടിട്ടുണ്ടായിരുന്നു തുണിയിടാൻ. സ്തോത്രം. 2 കൈയും ഇങ്ങനെ ഇരുന്ന് എൻ്റെ കൈ അഭിഷിക്തന്മാർ പറഞ്ഞു, കുഞ്ഞെ ആയപ്പിടിക്ക്, യേശു നിന്നെ നടത്താൻ പോകുക. കാലിൻ്റെ മസിലെല്ലാം കൂടെ കുറുകി മുട്ടിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്നത് കൊണ്ട് സ്തോത്രം ഉപ്പൂറ്റി താഴോട്ട് വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒടുവിൽ ഞാൻ യേശുവിനെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് എനിക്ക് ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ യേശു എന്താ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. യേശു വിടുവിച്ചു മാത്രം അറിയാം. സ്തോത്രം. ശേഷം ഞാൻ കാത്തലിക് ചർച്ചിലൊക്കെയാണ് പോയത്. സ്തോത്രം. അങ്ങനെ ദൈവോധനമൊക്കെ ബൈബിളിനെ കുറിച്ച് എനിക്കറിയാം. എൻ്റെ കയ്യിൽ ഇതല്ലായിരുന്നു, ബൈബിളിൽ നിന്ന് എഴുതി ചുമന്ന പെയിൻ്റുള്ളൊരു സ്തോത്രം ടെസി എന്ന് പറഞ്ഞ കന്യാസ്ത്രീ തന്നൊരു ബൈബിളാണ് എൻ്റെ കയ്യിൽ ഇരുന്നത്. അതാണ് എൻ്റെ ഇരുന്നത്. അത് ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഭാഗം തുറന്നു നോക്കുന്ന പോലെ തുറന്നു നോക്കി, ഒന്നും മനസ്സിലായില്ല. പിന്നെ കയ്യിൽ തന്ന കൊന്തയും അറിയാമല്ലോ, ജപമാലയും പിന്നെ ചൊല്ലുവാനൊരു പുസ്തകമൊക്കെ തന്നു. അത് മാത്രം ചൊല്ലുവാൻ. എന്നാൽ ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇത് വായിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ ആഴങ്ങളെയും മർമ്മങ്ങളെയും ഗ്രഹിപ്പാനുള്ള ദൈവകൃപ തരണമെന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് അത് പ്രാർത്ഥിച്ചു. ഒരു രാത്രിയിൽ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് വലിയൊരു പരിശുദ്ധാത്മ പകർച്ചയുണ്ടായി. സ്തോത്രം. മുട്ടുമടക്കി മുട്ടേ നിന്ന് കരം മലർത്തി എൻ്റെ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ വളരെ സമയം പ്രാർത്ഥിക്കും. മുട്ടൊക്കെ ബണ്ണ് പോലെ ആകുന്നിടം വരെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയരെ, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഞാൻ കാണുന്നത് വലിയൊരു പ്രകാശം എൻ്റെ മുറിക്കകത്ത്. അതെങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. അതെങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എനിക്കൊരു വലിയൊരു ആത്മവിവശതയുണ്ടായി. ഞാൻ ചങ്ക് തകർന്ന് കരയുക. കാരണം ഒരുപാട് വേദനകൾ ആ സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. ആ മുറിക്കകത്ത് വലിയൊരു പ്രകാശം ഇറങ്ങി വന്നു. അതിനകത്ത് സ്തോത്രം ലോകത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ ഓർത്ത് ഞാൻ അനേക പ്രാവശ്യം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. യേശുവിനെ അറിഞ്ഞതിൻ്റെ പേരിൽ ഒത്തിരി നിന്ദകളും ഒറ്റപ്പെടലും ലോകത്തിൻ്റെ സ്നേഹം മുഴുവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ എന്നെ 1 അല്ല 2 അല്ല, സ്തോത്രം, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയത്തില്ല പ്രിയരെ. പ്രകാശത്തിൻ്റെ നടുക്കൽ ദൈവ തേജസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതും അതിനകത്തൊരു കരം, ആ കരത്തിൻ്റെ നടുവിൽ ആണിയടിച്ചിരിക്കുന്നു. രക്തത്തുള്ളികൾ ഇറ്റിച്ചു വീഴുന്നു. അതിൽ നിന്നൊരു ഞാനൊരു ശബ്ദം കേൾക്കുക, ഈ സ്നേഹത്തിൽ നിനക്ക് വിചാരമില്ലയോ? ലോകത്തിന്റെ താൽക്കാലികമായ നഷ്ടപ്പെട്ട സ്നേഹത്തെ ഓർത്ത് ഞാൻ കരഞ്ഞപ്പോൾ ജീവൻ തന്ന് രക്തം തന്ന് സ്നേഹിച്ച സ്നേഹത്തെ നിനക്ക് ഓർമ്മയില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത ശബ്ദം, നിത്യ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. ഇങ്ങനെയുള്ള വചനങ്ങളൊന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷെ ആ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ശബ്ദം അടുത്തതായി പറഞ്ഞു, സ്തോത്രം, കർത്താവേ, നിന്നെ ഞാൻ എങ്ങനെ ആരാധിക്കണം? ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സ്തോത്രം. തമ്പുരാനോട് പറഞ്ഞു, നീ വിശ്വസിക്കണം. അടുത്തത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും.
ഞാൻ ഒരു പാസ്റ്ററുടെയും ഒരച്ഛൻ്റെ ഒത്തിരി നല്ല ഒരു വചനങ്ങളും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് സിസ്റ്റർ തന്ന ബൈബിളുണ്ട്. പാറേപ്പള്ളി ഞാൻ നിരന്തരം പോകുമായിരുന്നു. സ്തോത്രം. അതല്ലാതെ കൂടുതലും എനിക്ക് വചനങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ അന്ന് ആ വേദപുസ്തകം തുറന്നിട്ട്, ദൈവമേ നീ എന്നോട് എന്താ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, ഒരു പ്രാവശ്യം കൂടി നീ സംസാരിക്കണമേ. വേദപുസ്തകം തുറക്കുമ്പോൾ എൻ്റെ കണ്ണിലടക്കിയ മർക്കോസ് 16:16 വാക്യമാണ്. സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, പരിശുദ്ധ റൂഹ നിന്റെ മുറിക്കകത്ത് ഇറങ്ങിയതാ. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അന്ന് എനിക്ക് വെളിപ്പെടുത്തുന്ന സത്യം, ആത്യന്ത ശക്തി എൻ്റെ ഉള്ളിൽ രൂപാന്തരമുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് രൂപാന്തരമുണ്ടാകും. ചലനാത്മകമായ പ്രവൃത്തി നമ്മുടെ അകത്ത് വെളിപ്പെടുവാനിടയായി തീരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് വേണം. ആ വചനത്തിന്റെ വെളിപ്പാടുകൾ എനിക്ക് വേണം. എനിക്ക് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതണം. എനിക്ക് നിത്യതയ്ക്ക് ഓഹരിക്കാരനായി മാറണം. എൻ്റെ തലമുറ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക. ഈ ഒരു നിമിഷം കരമടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കരമടിച്ച് ആത്മാവിലൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ തേജസ്സേറിയ ശക്തി അത് കർത്താവേ എന്നിൽ വെളിപ്പെടട്ടെ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവവചനത്തിന്റെ ശക്തി കർത്താവേ എൻ്റെ സഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. എൻ്റെ ഭവനത്തിൽ അത് വെളിപ്പെടട്ടെ. എൻ്റെ കൂടാരങ്ങളിൽ അത് വെളിപ്പെടട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത് വെളിപ്പെടുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കരമടിച്ച് എല്ലാവരും ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് നിനക്ക് വേണ്ടി സഹിച്ചത്, കർത്താവ് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി സഹിച്ചത് എന്താണ് നിന്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്ക്. കർത്താവേ, നീ എനിക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. നീണ്ട 33 വയസ്സ് വരെ ഈ ഭൂമി ജീവിച്ചു. സ്തോത്രം. ഒരു കാലത്ത് ഞാൻ യേശുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ ഇതിനെതിരെ സംസാരിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, യേശു ദൈവമായിരുന്നെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ എന്താ? അവൻ അതിനു വേണ്ടി ആ ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞു, റോമൻ പടയാളികൾ യേശുവിനെ ക്രൂശിൽ കയറ്റിയതാ. അല്ല, വചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യേശുവിനെ ആരും ക്രൂശിൽ കയറ്റിയതല്ല. മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറിയതാ. ആരും കയറ്റിയതല്ല. തന്റെ 33 തിരുവയസ്സിൽ സകല വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് പിശാചിന്റെ തലയെ കാൽവറി തകർത്തുകൊണ്ട് എന്റെ യേശു ക്രൂശിൽ യാഗമായി തീർന്നു. ജീസസ്. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊരു നിമിഷം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകാം. പ്രിയ സഹോദരങ്ങളെ, ജീസസ്, ഒരു സമർപ്പണത്തോടുകൂടി ജീസസ്, താങ്ക് യു ലോർഡ്. ജീസസ്. ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ കണ്ണുകളെല്ലാം അടച്ചാട്ട് ആ ക്രൂശിനെ ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാമോ? ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ പച്ച പൈൻമര കുരിശിൽ പഞ്ചകായ മുറിവുകളേറ്റുകൊണ്ട് എനിക്കും നിങ്ങൾക്കും മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി പരമയാഗമായി തീർന്നു. വചനം പറയുന്നു, അവന്റെ അടിപ്പടികളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചിരുന്നാട്ട് ഒരു നിമിഷം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മുടെ യേശു സഹിച്ച ആ പങ്കപ്പാടുകളെ, പ്രിയമുള്ളവരെ, ഒരു പുസ്തകത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചതാണ്. സ്തോത്രം. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവന്റെ കണ്ണുകെട്ടി, മുഖത്തടിച്ചു, കാർക്കിച്ചു തുപ്പി. ഇതെല്ലാം യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി സഹിച്ചു. യേശുവിന്റെ മുഖത്തടിച്ച ആ സ്പ്രേ, സ്തോത്രം, അത് നമ്മുടെ മുഖത്തായിരുന്നെങ്കിലോ? നിങ്ങൾ നോക്ക, ലോകം യേശുവിന് കൊടുത്ത സമ്മാനം ഇതാ. പിന്നീട് ഞാനതിൽ വായിച്ചത് ഇങ്ങനെയാണ്. റോമൻ നാണയത്തൊട്ട് നടുക്ക് ഹോളുള്ളതാ. ആ നടുക്ക് ഹോളുള്ള റോമൻ നാണയത്തൊട്ടിനകത്തോട്ട് യേശുവിന്റെ താടിയിലെ നീണ്ട രോമങ്ങൾ അതിനകത്തേക്ക് ചുറ്റി 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 മുഖത്തോട് ചേർത്ത് കൊണ്ടുവന്ന് അടുത്ത നാണയം വെച്ച് ചേർത്ത് പിടിച്ച് മുഖത്തെ രോമങ്ങൾ അവർ പിഴുതെടുത്തു. ജീസസ്. നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കപ്പയും കാച്ചിലും ചേനയും ഒക്കെ പിഴുതെടുക്കുന്ന ആ കുഴി, ആ തടം വികൃതമായി കിടക്കുന്നത് പോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് എൻ്റെ യേശുവിൻ്റെ മുഖം വികൃതമായി മാറി.
കണ്ണുകെട്ടി, കരണത്തടിച്ചു, കാർക്കിച്ചു തുപ്പി. പീലാത്തോസിന്റെ ഗബദ കൽക്കലത്തിൽ, ആ കൽത്തളത്തിൽ കൽക്കുറ്റിയോട് ചേർന്ന് വില്ലുപോലെ യേശുവിനെ കുരിച്ചു നിർത്തി. ചാട്ടവാറുകൊണ്ട് കുനിഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ആഞ്ഞടിക്കുമ്പോൾ ഈയക്കട്ടികളും കൊളുത്തുകളും ചൂണ്ടകളും ഒക്കെ ആ ചാട്ടവാറിന്റെ അഗ്രഹത്ത് കുനിഞ്ഞു നിൽക്കുന്ന യേശുവിന്റെ മുതുകത്ത് ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ, കഴുത്തു ഭാഗത്തേക്ക് അത് ആഞ്ഞടിച്ചു വരുമ്പോൾ ആ കൊളുത്തുകൾ അവിടേക്ക് ആഞ്ഞിറങ്ങിയിട്ട് പുറകിൽ നിന്നുകൊണ്ട് അവർ പുറകോട്ട് വലിക്കുമ്പോൾ കഴുത്തു മുതൽ പൃഷ്ഠഭാഗം വരെ വേദപുസ്തകം പറയുന്ന ഉഴവുകാരൻ ഉഴവുചാൽ ഉഴുതുമറിച്ചിട്ടിരിക്കുന്നത് പോലെ തകർക്കപ്പെട്ട ആ യേശുവിനെ കാൽവരിയിൽ നോക്ക്. സ്നേഹിതരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി തകർക്കപ്പെട്ട എന്റെ യേശു, സ്തോത്രം, അവൻ ജീവനോടെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക്, 3-ാം ദിവസം ഞാനിതിനെ പണിയോ. യേശുവിനെ കല്ലറ കൊണ്ട് ഒതുക്കാൻ ലോകത്തിന് കഴിഞ്ഞില്ലോ. മരിച്ചു. അരിമത്യക്കാരന്റെ യോസഫിന്റെ പുതിയതായി നിർമ്മിച്ച കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ യേശു അരുളി ചെയ്തതുപോലെ തന്നെ മരണത്തിന് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. മരണത്തെയും പാതാളത്തെയും കാൽ കീഴാക്കിക്കൊണ്ട് കല്ലറകളെ തുറന്ന് എന്റെ യേശു 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശു പോയ പോലെ തന്നെ വേഗം വരും. ആ യേശു പോയതുപോലെ വരും. അവൻ പറഞ്ഞ വചനങ്ങളെല്ലാം അതങ്ങനെ തന്നെ നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി വിശ്വസിക്ക്, എന്റെ യേശു എന്നെ ചേർക്കുവാൻ വരുമ്പോൾ, നല്ല ദാസിയെ, നല്ല ദാസൻ എന്നുള്ള മൃദുസ്വരം കേൾക്കുമ്പോൾ ഞാൻ എന്റെ യേശുമായി പറന്നുയരുവാൻ എനിക്ക് കഴിയുമെന്ന് പ്രാഗൽഭ്യത്തോടെ കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്, കർത്താവേ, നിന്റെ വരവെങ്കിൽ എന്നെ ചേർക്കുക, നിന്റെ വചനത്തിന്റെ വെളിപ്പാടിൽ നിൽക്കുക, നിന്റെ വചനത്തിന്റെ ശക്തിയിൽ മുന്നോട്ട് പോകുക. തകർത്തു കളയുന്ന, തളർത്തി കളയുന്ന ഒരുപാട് വാക്കുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ, സാക്ഷികളെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുള്ളപ്പോൾ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് നോക്കാം ആരെ? വിശ്വാസത്തിന്റെ നായകനോ പൂർത്തി വരുത്താൻ കഴിയുന്ന യേശുവിനെ നോക്കാം. ആല നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഒരിക്കലും ഒരു തകർച്ചയുണ്ടാകാതെ, താളടിയായി പോകാതെ, നിത്യതയിലെത്തും വരെ കരം പിടിച്ചു നടത്തുന്ന ബലവാനായ ദൈവത്തിന്റെ ശക്തി ആത്മമണ്ഡലങ്ങൾ പകരപ്പെടുകയാ. കരമടിച്ച് ശക്തിയോടെ അതിനെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി, പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി ഇന്ന് രാത്രി ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, തകർന്ന മനസ്സോടെ വന്നവർക്ക്, ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അത്യുന്നത ശക്തി ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ശരീരങ്ങളുടെ മേൽ ശക്തിയോടെ. മനസ്സു ക്ഷീണിച്ചു വന്നവരുടെ മേൽ, ഹൃദയം തകർന്നു വന്നിരിക്കുന്നവരുടെ മേൽ, ഒരുപക്ഷെ പന്തലിൽ മാത്രമല്ല, വീടുകളിൽ, വീതികളിൽ, വെടിയോരങ്ങൾ, വരാന്തകൾ, കടത്തണങ്ങൾ, വാഹനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ആ ഹൃദയ കവാടം കർത്താവിന് വേണ്ടി തുറക്കാൻ തയ്യാറാണോ? ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം തുറക്കാൻ തയ്യാറാണ്. സ്തോത്രം. ഒരു നിമിഷം എന്നോട് ചേർന്ന് അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാലും, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപ ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. പാപത്തെ ഉപേക്ഷിച്ച് മശിഹായ്ക്കായി എൻ്റെ ഹൃദയവാതിൽ ഞാൻ തുറക്കുന്നു. കർത്താവേ, എൻ്റെ ജനനം മുതൽ ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ, പറഞ്ഞുപോയ, പ്രവർത്തിച്ചു പോയ, ചിന്തിച്ചു പോയ എല്ലാ പാപങ്ങളെയും അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ.